വിശദീകരിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ മറുപടി അല്ലാഹുവിന്റെ റസൂലേ, വ്യഭിചാരത്തിൽ നിന്നാണ് എന്നെ ശുദ്ധീകരിക്കേണ്ടത്. കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചോദിച്ചു, അല്ല മായിസിന് ഭ്രാന്തുണ്ടോ? ഇത് പറഞ്ഞു വന്ന സഹാബിയായ മായിസ്, ആ മായിസിന് ഭ്രാന്തുണ്ടോ? സഹാബികൾ പറഞ്ഞു, ഇല്ല റസൂലേ, മായിസിന് ഭ്രാന്തൊന്നുമില്ല. മായിസ് മദ്യപിച്ചിട്ടുണ്ടോ? ഒരു സഹാബി എഴുന്നേറ്റ് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ വായ മണത്തു നോക്കുക, എന്തിന്? മദ്യപിച്ചിട്ടുണ്ടോന്നറിയാൻ. പറഞ്ഞു, ഇല്ല റസൂലേ, മായിസ് മദ്യപിച്ചു. വ്യഭിചാരത്തിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കണമെന്ന ആവശ്യവുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന മായിസ്, ആ മായിസ് റളിയല്ലാഹു അൻഹുവിന് അറിയാം എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ തന്നെ ശുദ്ധീകരിക്കുക എന്ന്. ഇന്ന് നമുക്ക് കാണാം, ചില സദസ്സുകൾ റമദാൻ 27-നും ഇപ്പൊ റമദാൻ അല്ലാത്ത കാലത്തൊക്കെ ചില ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സ്വലാത്ത് മജ്ലിസുകൾ. ഈ സ്വലാത്ത് മജ്ലിസിലെ കാര്യമായ ഒരു ചടങ്ങെന്താ? തൗബ അല്ലേ? ചില പുരോഹിതന്മാര് തൗബ ചൊല്ലിക്കൊടുക്കാൻ, എന്നിട്ട് ആളുകളെ ഏറ്റു ചെല്ലുക, അതാണ് തൗബ എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം അല്ലേ? ഞാൻ ചെയ്ത തെറ്റിന് തൗബ ചെയ്യൽ എങ്ങനെയാണ്? ഈ മുസ്ലിയാർ എന്താണോ ചൊല്ലിത്തരുന്നത്, ഈ തങ്ങളുപ്പാപ്പ എന്താണോ ചൊല്ലിത്തരുന്നത്, അത് ഞാൻ ഏറ്റുചൊല്ലിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറഞ്ഞാൽ അതാണ് തൗബ എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായം. മനസ്സിലാക്കണം മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് റസൂലെ എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു വരുമ്പോ മായിസ് റളിയല്ലാഹു അൻഹുവിന് അറിയാം എന്താ വരാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ലെഫ്റ്റുകൾ പറഞ്ഞു കൊടുത്ത് ഇത് 111 പ്രാവശ്യം. ഇപ്പുണ്ടല്ലോ ചില ചാനലിലൊക്കെ അങ്ങനെ ചില പുരോഹിതന്മാര് അല്ലെ, എന്താ വെള്ളിയാഴ്ച ഒരു ചാനലിൽ ഒരു പുരോഹിതൻ രംഗത്ത് വരിക, മൂപ്പര വകയിൽ കുറെ ദിക്റുകളും സലാത്തുകളും ഒക്കെ, എല്ലാറ്റിനും പരിഹാരം. ലോകത്ത് ബുദ്ധിയുള്ള മനുഷ്യന്മാരാണല്ലോ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്ന് പോലും ആലോചിക്കാത്ത. ഒരിക്കൽ ഒരു ചോദ്യം ജിദ്ദയിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അതെ തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ അത് പോകാൻ വല്ല ദിക്റുമുണ്ടോ? ഇയാളുടെ മറുപടി എന്താ? മറുപടി ഉണ്ട്. എന്താ ദിക്റ്? ഒരു സൂറത്ത് പറഞ്ഞിട്ട് അത് 111 പ്രാവശ്യം ചൊല്ലി ചോറിലോ പഴത്തിലോ ഊതി അത് വിഴുങ്ങുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൊണ്ടയിൽ മുള്ളു കുടുങ്ങാത്ത ആളുണ്ടാവില്ല. ഇത് കുടുങ്ങിയാൽ നമ്മുടെ ഉമ്മമാരും ഉമ്മാമ്മമാരും എന്താ പണി ചെയ്തത്? നമ്മളോട് എന്താ പറയല്? മോനെ കറിയില്ലാത്ത ചോറ് കുറച്ച് ഉരുട്ടി വിഴുങ്ങ്, ഇനി അല്ലെങ്കിലോ ഒരു പഴമെടുത്ത് വിഴുങ്ങ്. ഇത് പണ്ടേ പറയുന്നതാണ്. അതിന് ഈ ആയത്തിന്റെ അകമ്പടി കൂടി ഉണ്ടാക്കിയത് എന്തിനാ? അപ്പോഴേ ബിസിനസ് നടക്കുള്ളൂ, അപ്പോഴേ കച്ചവടം നടക്കുള്ളൂ. അയാള് വിൽക്കുന്ന ഒരു പുസ്തകം മനസ്സിൽ ഒരു കോപ്പിക്ക് 40 രൂപ, 2 കോപ്പിക്ക് 60 രൂപ എന്നാണ് പരസ്യം. എന്നിട്ട് ഒരിക്കൽ പറയാ അയാള്, ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ചില ആളുകൾ ഉപയോഗിക്കുന്നതായി അറിയുന്നു, ആ ഫോട്ടോസ്റ്റാറ്റ് നോക്കി ഓതിയാൽ ഇതിന് കൂലി കിട്ടില്ല. അള്ളാന്റെ ഖുർആനിന്റെ പേറ്റന്റ് ഇയാൾക്ക് കൊടുത്തതാണോ? എന്തായി അയാൾ എന്നെ പറയുന്നത്? എന്താ ഇതിലുള്ളത്? ഖുർആനിലെ ആയത്താണ്, ആയത്തുൽ കുർസിയാണ്, ഫാത്തിഹയാണ്, അതേപോലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്താണ്. അതൊക്കെ ഇയാളെ ബുക്കിൽ നോക്കി ഓതിയാലേ കൂലി കിട്ടുള്ളൂ എന്നല്ല പറഞ്ഞോ? ഒരാൾ ഇയാളെ ബുക്ക് മാറ്റി വെച്ച് ഖുർആനിൽ നോക്കി ഓതി, ഇനി അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് നോക്കി ഓതി, ഇനി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതി കൊടുത്തത് നോക്കി ഓതി, എന്നാലും ഇതിന് കൂലി കിട്ടൂലേ? പിന്നെ എന്തിനാ ഇത് പറയുന്നത്? അത് ബിസിനസ്സാണ്. ഇതേപോലെ തൗബയെ ബിസിനസ്സാക്കിയിരിക്കുന്നു പുരോഹിതന്മാർ, തൗബയെ ബിസിനസ്സാക്കിയിരിക്കുന്നു. ഞങ്ങൾ തൗബ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിയാൽ മതി, അത് തന്നെ തൗബ. ക്രിസ്തീയ പാതിരിമാരുടെ കുമ്പസാര കൂടുകൾ ഒരുക്കുന്നത് പോലെ കുമ്പസാര കൂടുകൾ ഒരുക്കി ഈ സമുദായത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ അറിയണം, ആ മായിസ് റളിയല്ലാഹു അൻഹു അറിയാം എന്താ ഞാൻ ചെന്നാൽ വരാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എറിഞ്ഞു കൊല്ലാൻ പറയും. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ പോകുന്നത് എന്താ? മായിസ് വ്യഭിചരിച്ചിരിക്കുന്നു, എറിഞ്ഞു കൊല്ലണം. നോക്കൂ, വന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹിനോട് അള്ളാഹിനോട് പൊറുക്കല്ലത്ത്. ആ ചാൻസ് വെച്ച് വേണമെങ്കിൽ തിരിച്ചു പോകാമായിരുന്നല്ലോ മായിസിന്. അള്ളാഹിന്റെ റസൂല് തിരിച്ചു പോകാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്ന് പറയാമായിരുന്നില്ലേ മായിസിന്?
പക്ഷെ പോയില്ല. എന്തേ പോകാതിരുന്നത്? ഞാനെങ്ങനെ പോയാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വചനം കേട്ട് ഞാൻ തിരിച്ചു പോയാൽ ശുദ്ധീകരിക്കപ്പെടാത്ത അവസ്ഥയിലാകുമോ ഞാൻ മരണപ്പെടുന്നത്? അങ്ങനെ ശുദ്ധീകരിക്കപ്പെടാത്ത അവസ്ഥയിൽ ഞാൻ മരണപ്പെട്ടാൽ നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലുള്ള ഈ ശുദ്ധമായ പാനീയങ്ങൾ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളുണ്ടല്ലോ, ആ സൗകര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടുമോ? ശുദ്ധീകരിക്കപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷ അത് ഞാൻ നേരിടേണ്ടി വരുമോ എന്ന ഭയമാണ് മാഇസ് റളിയല്ലാഹു അൻഹുവിനെ ആവർത്തിച്ച് ചോദിക്കാൻ പ്രേരിപ്പിച്ചത്. റസൂൽ പറഞ്ഞു, എറിഞ്ഞുകൊണ്ടു. സഹാബികൾ എറിഞ്ഞുകൊണ്ടു മാഇസ് റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ടോ സ്വാഭാവികമായും അങ്ങനെ ഒരു സംഭവം നടന്നാൽ ഒരു ചർച്ച ഉണ്ടാവുമല്ലോ ആളുകളുടെ ഇടയിൽ. പള്ളിയിലിരുന്ന ആളുകൾ ഇങ്ങനെ പറയാ, ഏതായാലും അങ്ങനെ ഒന്നുണ്ടായാൽ ആ ചെയ്തയാളെ പറ്റി ദോഷമായ ചില പരാമർശങ്ങളും ഉണ്ടാകും. പള്ളിയിൽ വെച്ച് അങ്ങനെ സംസാരം നടക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടുകൊണ്ട് കടന്നു വരികയാണ്. അവിടെ കൂടിയിരുന്ന സഹാബികൾ അങ്ങനെയൊന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിണ്ടരുത്, ഒരാളും മായിസിനെ പറ്റി മിണ്ടരുത്. എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെയും തൗബ ഒരു ഭാഗത്തും മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ തൗബ മറുഭാഗത്തും ഇട്ടാൽ മായിസിന്റെ തൗബയാണ് ഖരം തൂങ്ങുക. മിണ്ടിപ്പോകരുതായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞു ഒരു പെണ്ണ് വരിക, വന്നിട്ട് പറഞ്ഞു, ത്വഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെയും ശുദ്ധീകരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിരിച്ചു അല്ലാഹുവിനോട് തൗബ ചെയ്യ്, ഇസ്തിഗ്ഫാർ നടത്ത്. ഈ സ്ത്രീയുടെ ചോദ്യം, റസൂലേ മായിസിനെ തിരിച്ചയക്കാൻ ശ്രമിച്ചതുപോലെ എന്നെയും തിരിച്ചയക്കാനാണോ അങ്ങ് ശ്രമിക്കുന്നത്? ഉടൻ സഹാബികൾ പറഞ്ഞു, റസൂലേ മായിസിന്റെ കൂടെ വ്യഭിചരിച്ച സ്ത്രീയാണ്, അവൾ ഗർഭിണിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗർഭിണിയാണെങ്കിൽ തിരിച്ചു പോവുക, പ്രസവിച്ച് തിരിച്ചു വരിക. ഈ സ്ത്രീ പോയി പ്രസവിച്ചിട്ട് അവിടെ കാത്തു നിൽക്കുകയല്ല. പ്രസവിച്ച ഉടനെ തന്റെ കൈക്കുഞ്ഞുമായി ചോരപ്പൈതലുമായി അതാ സ്ത്രീ കുതിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക്. എന്തിനാ സഹോദരന്മാരെ? ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി. ഈ കൈക്കുഞ്ഞുമായി തന്റെ സന്നിധിയിലെത്തിയ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്, പോ, നിന്റെ കുഞ്ഞ് മുലകുടിക്കല്ലേ, മുലകുടിക്കുന്ന പ്രായം കഴിയട്ടെ, എന്നിട്ട് തിരിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞു ഈ സ്ത്രീ വീണ്ടും വരുന്നു റസൂലിന്റെ അരികെ. എങ്ങനെയാ വരുന്നത്? കയ്യിൽ കുഞ്ഞുണ്ട്, കുഞ്ഞിന്റെ കയ്യിൽ ഒരു പത്തിരിയുടെ കഷണം. കുഞ്ഞിന്റെ കയ്യിൽ ഒരു പത്തിരിയുടെ കഷണം. എന്തിനാ ഈ കുഞ്ഞിന്റെ കയ്യിൽ പത്തിരി കഷണം? തന്റെ കുട്ടി മുലകുടിക്കുന്ന പ്രായം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ബോധ്യപ്പെടുത്തിയാൽ ഈ മദീനയിലെ ഏറ്റവും വലിയ ഒരു പണക്കാരനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ച് പിന്നീട് തന്റെ ജീവിതം സുഖലോലുപതയോടുകൂടി തനിക്ക് കഴിച്ചുകൂട്ടാം എന്ന ഒരു ചിന്തയോടെയല്ല ഈ പെണ്ണ് വരുന്നത്. പെണ്ണിനറിയാം എറിഞ്ഞു കൊല്ലും തന്നെ. ആ ശുദ്ധീകരണം എത്രയും വേഗം നടക്കണം. അതിനാ പത്തിരി കഷ്ണവുമായി വന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എറിഞ്ഞുകൊല്ലുക. പെണ്ണിന്റെ തലവരെ കഴുത്ത് വരെ മൂടി കുഴിച്ചിട്ടു. സഹാബികൾ എറിഞ്ഞു. കൂട്ടത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ധീരനായ പോരാ. ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരു വലിയ കല്ലെടുത്ത് ഈ പെണ്ണിന്റെ തല നോക്കി എറിഞ്ഞു. പൊട്ടിത്തെറിച്ചു. ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് അല്പം രക്തം ഖാലിദ് റളിയല്ലാഹുവിന്റെ വസ്ത്രത്തിലേക്ക് തെറിക്കുകയാണ്. ഒരു തിന്മ ചെയ്തതിന്റെ പേരിൽ ശിക്ഷയ്ക്ക് വിധേയയായ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നുള്ള രക്തം തന്റെ വസ്ത്രത്തിലേക്ക് തെറിച്ചപ്പോ ഖാലിദ് റളിയല്ലാഹുവിന് പ്രയാസമായി. അദ്ദേഹം ആ സ്ത്രീയെക്കുറിച്ച് മോശമായ ഒരു പരാമർശം നടത്തി. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഖാലിദ് മിണ്ടരുത്. മദീനയിലെ മുഴുവൻ ആളുകളുടെയും തൗബ ഒരു ഭാഗത്തും ഈ സ്ത്രീയുടെ തൗബ മറ്റൊരു ഭാഗത്തും വെച്ചാൽ ഈ സ്ത്രീയുടെ തൗബയാണ് കനം തൂങ്ങുക. ഖാലിദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തിനാണ് സഹോദരന്മാരെ ഈ ഒരു ത്യാഗത്തിന് തയ്യാറായത്? എന്തിനാണ് ഇത്തരമൊരു ത്യാഗത്തിന്, ഇത്തരമൊരു ശിക്ഷ ഏറ്റുവാങ്ങാൻ ഈ സഹാബികൾ തയ്യാറായത്? സ്വർഗത്തിലെത്തണം, അതിലുള്ള അനുഗ്രഹങ്ങൾ ഓരോന്നും അനുഭവിക്കണം. ഇവിടെ എത്ര ഏറുകൊണ്ടാലും ശരി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്ത് ശിക്ഷയ്ക്ക് വിധേയമായാലും ശരി, അല്ലേ? നെഞ്ചിലിങ്ങനെ കല്ല് കയറ്റി വെച്ച് ആളുകൾ മാറാൻ പറയുമ്പോഴും അഹദ് അഹദ് എന്ന് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? മക്കയിൽ രാജകുമാരനായി ജീവിച്ച മിസ്അബ് മദീനയിൽ ദരിദ്രരിൽ ദരിദ്രനായി അവസാനം ശരീരം മറക്കാൻ, രക്തസാക്ഷിയായ തന്റെ ശരീരം മറക്കാൻ ഒരു മുഴുവൻ തുണി പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്നു. എന്തിനു വേണ്ടി? പോയാലും കുഴപ്പമില്ല, ഈ ദുനിയാവിലെ മുഴുവനും നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ സ്വർഗത്തിലെ മറ്റൊരു നദിയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യം ഐഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഐഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിച്ചു, എന്തിനെ പറ്റി? ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് ഖുർആനിലുണ്ടല്ലോ, എന്താണ് ഈ കൗസർ എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നെഹ്റുൻ ഉഅതിയഹു നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ശാതിയാഹു അലൈഹി ദുർറും മുജവ്വഫുൻ ആനിയതുഹു കഅദദിൻ നുജൂം. ഐഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കാണ്, എന്താണ് ഈ കൗസർ എന്നറിയുമോ? അത് നിങ്ങളുടെ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു പ്രത്യേക നദിയാണ്. ആ നദിയുടെ ഇരു തീരങ്ങളിലും മുത്തുകളാണ്. ആ നദിയുടെ ഇരു തീരങ്ങളിലും മുത്തുകളാണ്. അതോടൊപ്പം തന്നെ അതിലെ പാത്രങ്ങളുടെ എണ്ണം നക്ഷത്രങ്ങളുടെ അത്ര എണ്ണമാണ് എന്ന് ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ നേരത്തെ വിശദീകരിച്ച വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിവിധ തരത്തിലുള്ള അരുവികൾ, അതിനെപ്പറ്റിയും ഹദീസുകളിൽ സൂചിപ്പിച്ചത് നമുക്ക് കാണാം. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫീഹിമാ ഐനാനി തജ്രിയാൻ. ആ സ്വർഗത്തിൽ രണ്ട് തരത്തിലുള്ള അരുവികളുണ്ട്. ആ സ്വർഗത്തിൽ രണ്ട് അരുവികൾ. ഏതൊക്കെയാ രണ്ട് അരുവികൾ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്ന്, ഇന്നൽ അബ്റാറ യസ്റബൂന മിൻ കൈസിൻ കാന മിസാജുഹാ കാഫൂറാ ഐനൻ യസ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അരുവിയുണ്ട്. എന്താണ്? പുണ്യം ചെയ്ത ആളുകൾ, നന്മ ചെയ്ത ആളുകൾ ആ സ്വർഗത്തിൽ നിന്ന് കുടിക്കുന്ന പാത്രത്തിൽ കുടിക്കുന്നു. എന്താണ് ആ കുടിക്കുന്നതിന്റെ മിശ്രിതം? മിസാജുഹാ കാഫൂറ, കർപ്പൂരം കലർത്തിയ അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് വിധേയമായ തരത്തിൽ കർപ്പൂരം കലർത്തിയ ഒരു തരത്തിലുള്ള അരുവിയുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ച മുത്തക്കികളായ ആളുകൾക്ക് ആ അരുവിയിൽ നിന്ന് കുടിക്കാൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അരുവിയുണ്ട്. അതാണ് ഒരു അരുവി. മറ്റൊന്നോ, ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻദുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നദറത്തൻ നഈം യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്കുൻ വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ വമിസാജുഹു മിൻ തസ്നീം ഐനൻ യശ്റബു ബിഹിൽ മുഖറബൂൻ എന്നല്ലാഹു പറഞ്ഞ മറ്റൊരു അരുവി. ഒന്ന്, കർപ്പൂരത്തിന്റെ മിശ്രിതമുള്ള ഒരരുവി. മറ്റൊന്നോ, കസ്തൂരിയുടെ സുഗന്ധമുള്ള മറ്റൊരരുവി. ആ സുഗന്ധമുള്ള സീലുവെക്കപ്പെട്ട പാത്രങ്ങളിൽ നിന്ന് കുടിക്കുന്ന, ആ പാത്രങ്ങൾ ഉപയോഗിച്ച് കുടിക്കുന്ന അരുവി. ഇങ്ങനെയുള്ള രണ്ട് അരുവികളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ പ്രത്യേകതയായി വിശദീകരിച്ചത്. ഇനിയോ
ആ സ്വർഗത്തിലുള്ള മുറികൾ ലകിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫുൻ മിൻ ഫൗഖിഹാ ഗുറഫ് മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു വഅദല്ലാഹി ലാ യുഖ്ലിഫുൽ മിആദ്. പ്രത്യേകമായ മുറികൾ, മേൽക്കുമേലായി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്ന റൂമുകൾ. ആർക്കാണത്? ലില്ലദീന തഖൗ ലകിനില്ലദീന തഖൗ റബ്ബഹും, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. അതേപോലെ തന്നെ ഈ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ അവർ ഈ ദുനിയാവിൽ സുഖസൗകര്യത്തോടെ ജീവിച്ചവരല്ല, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരാണ്. ഈ ദീന് അംഗീകരിച്ചതുകൊണ്ട് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലേ? ഈ ദീന് അംഗീകരിച്ചതുകൊണ്ട് ഭയത്തോടുകൂടി കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ ദീന് അംഗീകരിച്ചതിന്റെ പേരിൽ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സഹിച്ച ആളുകൾ ചിലപ്പോ നാട്ടിലെ പ്രമാണിയാണ്, എല്ലാ കാര്യങ്ങൾക്കും ആളുകൾ വന്ന് അന്വേഷിക്കാറുണ്ട്. എല്ലാ നേർച്ചക്കും എല്ലാ പള്ളിയിൽ നടക്കുന്ന ഉത്സവത്തിനും ഒക്കെ ഇവരുടെ സമ്മതത്തോടുകൂടിയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഹക്ക് മനസ്സിലാക്കി ഇത് ശരിയല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, ഇങ്ങനെ ജാറങ്ങളിൽ പോകുന്നത് ശരിയല്ല, നേർച്ചകൾ നടത്തുന്നത് ശരിയല്ല, ഉറൂസുകൾക്ക് കൊടിയേറ്റുന്നത് ശരിയല്ല, അതിന് പണം മുടക്കുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ, അത് ആളുകളോട് പങ്കുവെക്കുന്ന നിമിഷം മുതൽ സംഭവിക്കുന്നത് എന്താ? ഓരോ പടിയായിട്ട് താഴോട്ടാണ്. പിന്നെ പള്ളി കമ്മിറ്റിക്ക് വിളിക്കില്ല, ജാറ കമ്മിറ്റിക്ക് വിളിക്കില്ല, നാട്ടിലെ കല്യാണങ്ങൾ പറയില്ല, മാത്രമല്ല ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അതാ സ്വഹാബത്തിനുണ്ടായത്, അതാ പ്രവാചകന്മാർക്കുണ്ടായത്. നോക്കൂ സഹോദരന്മാരെ, നമ്മളൊക്കെ പലപ്പോഴും ഭയപ്പെടലെന്താ? ഞാനിപ്പോ സത്യമാണ് എന്നറിയുന്ന കാര്യം എല്ലാ മനുഷ്യർക്കും ഒരു പ്രയാസവുമില്ലാതെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോടെ സഹായം തേടാൻ പാടുള്ളൂ. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും നേരിടേണ്ടി വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാനും തേടാനും പാടുള്ളൂ എന്നത് അള്ളാഹു പഠിപ്പിച്ച സത്യമാണ്. അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞതെന്താ? ഖുൽ നബിയെ പ്രഖ്യാപിക്കുക, ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ആ അല്ലാഹു അല്ലാതെ മറ്റാരോടെങ്കിലും ദുആ ചെയ്തുകൊണ്ട്, മറ്റാരോടെങ്കിലും പ്രാർത്ഥന നടത്തിക്കൊണ്ട് ആ അല്ലാഹുവിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല എന്ന് നബിയെ അങ്ങ് പ്രഖ്യാപിക്കുക എന്നാണ്. അങ്ങനെ അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യുന്നത് എന്താ? ഇപ്പൊ ഒരു തങ്ങളോട് ദുആ ചെയ്താൽ എന്താ? ഒരു ഔലിയനോട് ദുആ ചെയ്താൽ എന്താ? ഒരു ബീവിയെ വിളിച്ച് തേടിയാൽ എന്താ? സന്താനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഭീമാപള്ളി പോയി നേർച്ചയർപ്പിച്ചാൽ ഭീമാപള്ളിമാനോട് തേടിയാൽ എന്താ? ഇനി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാറത്തിൽ കാഞ്ഞിരമറ്റത്തോ മടവൂരോ പുത്തമ്പള്ളിയോ നാഗൂരോ അജ്മീറോ ഉള്ളാളോ എവിടെയെങ്കിലും പോയി ആഗ്രഹപൂർത്തീകരണത്തിന് തേടിയാൽ എന്താ കുഴപ്പം? പ്രാർത്ഥനയാണ്. അല്ലാഹുവല്ലാത്തവരിൽ തവക്കുലാക്കല, അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടല, ഇതിന് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം പഠിപ്പിക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ റസൂല് മാത്രം ചോദിക്കേണ്ട ചോദ്യമല്ല. ഈ ഖുർആൻ ഏത് കാലം വരെ നിലനിൽക്കുമോ ആ ഖിയാമത്ത് നാൾ വരെ മുഴുവൻ വിശ്വാസികൾക്കും ചോദിക്കാനുള്ള ചോദ്യം, ഒന്നുകിൽ അത് സ്വയം ചോദിച്ച് വിലയിരുത്തണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കുന്നത് കേട്ടിട്ടെങ്കിലും ആലോചിക്കണം. ആ ചോദ്യമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയുമോ? നബിയെ അങ്ങ് ചോദിച്ചു നോക്കിയാൽ, ആരാണ് ആകാശം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു നോക്കിയാൽ, ആരാണ് ഭൂമി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു നോക്കിയാൽ ആരോടാ ചോദിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച അബൂബക്കറിനോടല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചതിന്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ബിലാലിനോടല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സത്യവിശ്വാസികളോടല്ല ചോദിക്കേണ്ടത്. മറിച്ചാരോടാ ചോദിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, അല്ലാഹു അഹദ് എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ
ബിലാലിന്റെ നെഞ്ചിൽ കല്ല് കയറ്റി വെച്ച ആളുകളുണ്ടല്ലോ, സുമയ്യെ കൊല ചെയ്തവരുണ്ടല്ലോ, യാസിറിന്റെ കുടുംബത്തെ പീഡിപ്പിച്ചവരുണ്ടല്ലോ, അങ്ങേയും അനുയായികളെയും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, ആ ബഹുദൈവ വിശ്വാസികളോട് അള്ളാഹുവിന്റെ റസൂലെ എന്ന് ചോദിച്ചാൽ, എന്ത് ചോദിച്ചാൽ, ആരാ ആകാശമുണ്ടാക്കിയത്, ആരാ ഭൂമി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ മറുപടി എന്താ? ആകാശം ഉണ്ടാക്കിയ ലാത്ത, ഭൂമി ഉണ്ടാക്കിയത് ഉസ്സ, നക്ഷത്രം ഉണ്ടാക്കിയ മനാത്ത, ചന്ദ്രൻ ഉണ്ടാക്കിയത് ഇബ്രാഹിം. അല്ല, അള്ളാഹു ആണെന്നവർ പറയും. ഇതൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹു ആണെന്നവർ പറയും. തീർന്നില്ല, അള്ളാഹു ആണ് എന്നവർ പറഞ്ഞാൽ, അള്ളാഹു ആണ് എന്നവർ അംഗീകരിച്ചാൽ അടുത്ത ചോദ്യം എന്താണെന്നറിയുമോ? പോയി നബിയെ അങ്ങ് അവരോട് ചോദിച്ചു നോക്കണം, അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്. എങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ചില ശക്തികളെയൊക്കെ ഇതാ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾ ചില ശക്തികളോടൊക്കെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, ജീവിതത്തിൽ സുഖങ്ങൾ ലഭിക്കാൻ, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ, ഉപദ്രവങ്ങൾ തടയാൻ, ഉപകാരങ്ങൾ ലഭിക്കാൻ, ഇതിനൊക്കെ ഇതാ നിങ്ങൾ ചിലരെയൊക്കെ വിളിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവരെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താ എന്റെ ചോദ്യമെന്നറിയുമോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഒരു പ്രയാസം വരുത്താൻ ഉദ്ദേശിച്ചാൽ ആ പ്രയാസം തടയാൻ നിങ്ങൾ ദുആ ചെയ്യുന്ന ശക്തികൾക്ക് കഴിയുമോ? ലാത്തക്ക് കഴിയോ? മനാത്തക്ക് കഴിയോ? ഉസ്സക്ക് കഴിയോ? നിങ്ങൾ ദുആ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ശക്തികൾക്ക് കഴിയോ എന്ന് അന്ന് ചോദിച്ച ചോദ്യം, പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. എന്താ നമ്മൾ ചോദിക്കണമെന്ന് പറയാൻ കാരണം? നമ്മളും ചിലരെയൊക്കെ വിളിച്ചു തേടുന്നു, അല്ലേ? വൈദ്യശേഖെ കാക്കണേ എന്ന് പറയുന്നു, ബദരീങ്ങളെ വിളിച്ചു തേടുന്നു, ആഗ്രഹ പൂർത്തീകരണത്തിന് ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമുദായം. ഇസ്ലാമിക ജ്യോതിഷമെന്നും അറബി മാന്ത്രികമെന്നും പേരിട്ടുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ രംഗത്ത് വരുന്ന സിദ്ധന്മാർ ഈ സമുദായത്തിലെ പെൺകുട്ടികളുടെ അഭിമാനവും സമ്പത്തും കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്ത ചിത്രങ്ങൾ ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ വീട്ടിൽ ഞാൻ ബദരീങ്ങളുടെ പേരെഴുതി തൂക്കിയിരിക്കുന്നു. എന്റെ വാഹനത്തിൽ ഏതോ മുസ്ലിയാര് വരച്ചു തന്ന ചില ചിത്രങ്ങൾ ഞാൻ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. എന്റെ കടയിൽ അത്തരം ചെമ്പ് തകിടുകൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. എന്റെ വീടിന്റെ 4 മൂലകളിൽ ഞാൻ കുപ്പികൾ കുഴിച്ചിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അത് പറഞ്ഞു, ഇത് തൂക്കിയാൽ പ്രശ്നം തീരും, ഇത് കിട്ടിയാൽ പ്രശ്നം തീരും. എന്റെ ശരീരത്തിൽ, എന്റെ മകളുടെ ശരീരത്തിൽ, എന്റെ ഭാര്യയുടെ മകന്റെ ശരീരത്തിൽ ഇത്തരം ഉറുക്കുകളും ഏലസുകളും കെട്ടിവെച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുക ഈ ചോദ്യം, എന്റെ മകൾ മാനസിക രോഗം വന്ന് പ്രയാസപ്പെട്ട് അതിന്റെ പേരിൽ ഞാൻ പരീക്ഷിക്കപ്പെടണം, എന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടണം എന്നാണ് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിശ്ചയമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, ഏത് മുസ്ലിം എഴുതി തന്ന തകിടിനാ എന്റെ മകളെ രക്ഷിക്കാൻ കഴിയുക? ആളുകൾ ബദരീങ്ങളെ പേരെഴുതി തൂക്കുക വീടുകളിൽ. ഇതിന് ബദരീങ്ങളെ പേരെഴുതി തൂക്കിയാൽ ആളുകളുടെ വിശ്വാസം വീട്ടിൽ തീ പിടിക്കൂല, വീട്ടിൽ കള്ളം കയറൂല. വെറുതെയുള്ള വിശ്വാസമല്ല, പൗരോഹിത്യം പറഞ്ഞു പഠിപ്പിച്ചാൽ. ബദർ മൗലിദി എന്ന് പറഞ്ഞിട്ട് മൗലിദി കിതാബുകൾ ഒരു മൗലിദും, അതിലൊരു കഥ ഇതാണ്. എന്താണ്? ഒരാള്, ഒരു കള്ളൻ ഒരാളുടെ വീട്ടിൽ കക്കാൻ വന്നു, വീട്ടിൽ ആളില്ലാത്ത സമയത്ത്. പക്ഷേ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ശബ്ദം. ഇയാൾ തിരിച്ചുപോയി. 2ാമത്തെ ദിവസം വന്നപ്പോഴും ഇതേ അവസ്ഥ. 3 പ്രാവശ്യം ആൾ വന്നു, 3 പ്രാവശ്യം ഇതേ അവസ്ഥ. പേടിച്ച് തിരിച്ചുപോയാണ്. അവസാനം വീട്ടുകാരൻ വന്നപ്പോ ഇയാൾ വീട്ടുകാരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ നിങ്ങളെ വീട്ടിൽ കക്കാൻ വേണ്ടി വന്നു, പക്ഷേ ഇതിനകത്തുനിന്ന് ഭയങ്കര ശബ്ദം കേട്ടിട്ട് ഞാൻ തിരിച്ചുപോയതാണ്. ഇയാള് പറയാ ഈ വീട്ടുകാരൻ, അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ബദരീങ്ങളുടെ പേരെഴുതിയ കടലാസി ഈ വീട്ടിലിട്ടിരുന്നു. ഇയാള് കേട്ട ശബ്ദോ വാളും പരിചയൊക്കെ കൂട്ടിമുട്ടുന്ന ശബ്ദമാണ്. ബദർ യുദ്ധത്തിന്റെ സൗണ്ട് ഷോ ആണ് ഇയാൾ കേൾക്കുന്നത്.
ഇത് വിശ്വസിക്കുന്നു ഈ സമുദായം. ഇത് വിശ്വസിച്ചുകൊണ്ടായി ബദരീങ്ങളുടെ പേരെഴുതി തൂക്കുന്നത്. എന്തിന്? വീട്ടിൽ കള്ളം കയറാതിരിക്കാൻ, വീടിന് തീപിടിക്കാതിരിക്കാൻ. യോജിക്കൂ ഖുർആനിന്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നു ഞാൻ. അള്ളാഹു ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാണുന്നത് എന്താ? എന്റെ വീടിന് തീപിടിക്കുന്നു, തീ ആളി പടർന്നുകൊണ്ടിരിക്കുന്നു. എന്റെ ഭാര്യയും മക്കളുടെയും നിലവിളി ഞാൻ കേൾക്കുന്നു. അവസാനം കരിഞ്ഞു വണ്ണീരായി എന്റെ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം ആ വീട്ടിനുള്ളിൽ ഞാൻ കാണേണ്ട അവസ്ഥ. ഇതാണ് പടച്ചതമ്പുരാന് നിശ്ചയമെങ്കിൽ ഏത് മുസ്ലിയാരെ എഴുതി തന്ന ചെമ്പ് തകിടിനാണ് റബ്ബിന്റെ ആ തീരുമാനം തടയാൻ കഴിയുക? നിങ്ങൾ അറിയോ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ നാദാപുരം എന്ന് പറയുന്ന പ്രദേശം അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങായിരുന്നു ഒരു കാലത്ത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം സജീവമായി കൊണ്ടിരിക്കും. ആ സ്ഥലത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയായിരുന്നു. കടിച്ചത് പാമ്പാണെന്ന് മനസ്സിലായി. മറ്റെന്തോ ആണെന്ന രീതിയിൽ വീട്ടിൽ തന്നെ വിശ്രമിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. കുറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് അസ്വസ്ഥത തോന്നി അവിടെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷേ വിഷാംശം കാണുന്നു ശരീരം. അവസാനം കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് പാമ്പ് കടിച്ചതാണെന്ന് മനസ്സിലായത്. നേരം വൈകിയത് കൊണ്ട് രക്ഷപ്പെടുത്താൻ ഒരു നിർവാഹവുമില്ലാത്ത സന്ദർഭം. വെന്റിലേറ്ററിൽ കിടന്ന, ICUവിൽ കിടന്ന വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ജീവൻ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവസ്ഥ. ആ സമയത്ത് ഈ കുട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട അന്ധവിശ്വാസികളായ ചില ആളുകൾ ഒരു തങ്ങളുടെ അരികിൽ നിന്ന് മന്ത്രിച്ച വെള്ളം കൊണ്ടുവന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു പാമ്പാണ് കടിച്ചതെങ്കിൽ കുടിച്ചാൽ അപ്പം രക്ഷപ്പെട്ടു. ഡോക്ടർമാർ പറഞ്ഞു ഈ സമയത്ത് വെള്ളം കൊടുക്കാൻ പാടില്ല. വീട്ടുകാർ ചോദിച്ചു നിങ്ങൾ ഒഴിവാക്കിയല്ലേ, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, പിന്നെ ഞങ്ങളിത് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഡോക്ടർമാർ പറഞ്ഞു നിർബന്ധാണെങ്കിൽ കൊടുത്തോളൂ. കൊടുത്തു. മണിക്കൂറുകൾക്കകം ആ കുട്ടി മരണപ്പെട്ടു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11 മണിക്ക് ആ കുട്ടി മരണപ്പെട്ടു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് ജുമുഅക്ക് മുമ്പ് ആ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തു. വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം നാദാപുരത്ത് പ്രചരിച്ച വാർത്ത എന്താണെന്ന് അറിയുന്നത്? ഈ തങ്ങൾ പറയുന്നു ഈ കുട്ടി മരിച്ചിട്ടില്ല, മരിക്കുന്നതിന് മുമ്പാണ് മറവ് ചെയ്തത് എന്ന് ഈ തങ്ങൾ. സാധാരണക്കാരനായ ഏതെങ്കിലും ഒരു നാട്ടിലെ ലോക്കൽ തങ്ങളല്ല, കേരളത്തിലെ ഒരു ഇസ്ലാമിക സംഘടന, കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംസ്ഥാനക്കാരായ ആളുകൾ പൊക്കി നടക്കുന്ന രാമന്തളി തങ്ങൾ എന്ന് പറയുന്ന തങ്ങൾ നാദാപുരത്തുകാരോട് പറയുന്നു ഈ കുട്ടി മരിച്ചിട്ടില്ല, മരിക്കാതെയാണ് മറവ് ചെയ്തത്. ജനം, അതാ വിഷയം. അത് വിശ്വസിക്കുന്നു ആളുകൾ. മരിക്കാതെയാണ് കുട്ടിയെ മറവ് ചെയ്തത് എന്നൊരു എന്തുകൊണ്ട് 11 മണിക്ക് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധിയെഴുതി വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് തന്ന കുട്ടിയെ 12 മണിക്കൂർ വീട്ടിൽ കിടത്തിയിട്ടും ഈ തങ്ങൾ മിണ്ടിയില്ല. അത് ചോദിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല. പിന്നെ നിങ്ങളല്ലേ പറഞ്ഞത് അത് വിശ്വസിക്കണം എന്ന് പറയുന്നവർ, ഈ രൂപത്തിൽ വിശ്വസിക്കുന്നവരോടാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇൻ അറാദനി അല്ലാഹു ബിൽദിൻ അൽഹുന്ന കാശിഫാതു ബിഹി. ഒരു പ്രയാസം വരുത്താൻ ഉദ്ദേശിച്ചാൽ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കഴിയോ? അല്ലാഹു ഒരു അനുഗ്രഹം തരാൻ ഉദ്ദേശിച്ചാൽ അത് തടഞ്ഞു വെക്കാൻ ഇവർക്ക് കഴിയോ? എന്താ നമ്മുടെ മറുപടി? യാറത്തിൽ പോകുന്നവരുണ്ടല്ലോ, നേർച്ചയാക്കുന്നവരുണ്ടല്ലോ, ഈ പറഞ്ഞ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ. എന്താ പ്രിയപ്പെട്ടവരെ നമ്മുടെ മറുപടി? കഴിയും എന്നാണോ? എനിക്കുറപ്പുണ്ട് ഒരാളും അങ്ങനെ പറയില്ല. അല്ല അങ്ങനെ തടയാൻ വിചാരിച്ചാലും, അല്ല പ്രയാസം വരുത്താൻ ഉദ്ദേശിച്ചാലും അത് തടയാൻ ഈ തങ്ങന്മാർക്ക് കഴിയും, ഈ മുസ്ലിയാരെഴുതിയ ചരടിന് കഴിയും, ഈ തകിടിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളും ഇവിടെ ഉണ്ടാകില്ല എന്ന് എനിക്കുറപ്പുണ്ട്. കാരണം അല്ലാഹുവിലുള്ള വിശ്വാസം പുറത്തൊക്കെ നമ്മളെ മനസ്സിലാക്കി, അതുകൊണ്ട് പറയില്ല. കഴിയില്ല എന്ന് പറയും, പറയില്ല. അതെന്താ പറയാത്തത്?
അത് പറഞ്ഞാൽ അടുത്ത ചോദ്യം മുജാഹിദ് ചോദിക്കേണ്ടി വരില്ല, നമ്മുടെ മനസ്സ് തന്നെ നമ്മോട് ചോദിക്കും, പിന്നെ എന്തിനാ ഇതും കെട്ടി നടക്കുന്നത് അല്ലേ? അല്ല എനിക്കൊരു ഉപദ്രവം വരുത്താൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ ഈ തകിടിന് കഴിയില്ല, ഈ ഏലസിന് കഴിയില്ല, ഈ ഉറുക്കിന് കഴിയില്ല, ഈ മുസ്ലിയാർക്കും തങ്ങൾക്കും ബീവിക്കും സിദ്ധനും കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരു മുജാഹിദും എന്നോട് ചോദിക്കണ്ട, എന്റെ മനസ്സെന്നോട് ചോദിക്കും, പിന്നെ എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത്? അതുകൊണ്ട് ഇല്ല എന്നും പറയും, മൗനമാണ്. പക്ഷേ ആ മൗനത്തിന് അവസരം കൊടുക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബിയോട് പ്രഖ്യാപിക്കുക, ഖുൽ നബിയെ പ്രഖ്യാപിച്ചോ, എനിക്ക് എന്റെ അല്ലാഹു മതി, വഅലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരൊക്കെ അവനിലാണ് ഭരമേൽപ്പിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കാനാ പറയുന്നത്. ഇത് പ്രഖ്യാപിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണ്ടേ? അള്ളാന്റെ റസൂലിന്റെ ഈ പ്രഖ്യാപനം പ്രഖ്യാപിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണ്ടേ? എങ്ങനെ കഴിയും? നാഴികക്ക് 40 വട്ടം ജാറങ്ങളിലുള്ള ശൈഖമാരെയും ബീവിമാരെയും വിളിക്കുന്ന, ആ ജാറങ്ങളിലേക്ക് പോകുന്ന സിദ്ധന്മാരുടെ വീടുകൾക്ക് മുമ്പിൽ പോയി ക്യൂ നിൽക്കുന്ന എനിക്ക് എങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയും എനിക്ക് അല്ലാഹു മതി? അള്ളാന്റെ റസൂലിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. കാരണം എന്താ? അള്ളാന്റെ റസൂൽ ബദരീങ്ങളെ വിളിച്ച് തേടിയിട്ടില്ല. അള്ളാന്റെ റസൂല് ഹംസാ റളിയല്ലാഹുവിന്റെ ഖബർ കെട്ടിപ്പൊക്കി അവിടെ ഉറൂസ് നടത്തിയിട്ടില്ല, അവിടെ നേർച്ച നടത്തിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിനും ഉമർ ഇബ്നുൽ ഖത്താബിനും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബിനും റളിയല്ലാഹു അൻഹും അതേപോലെയുള്ള സഹാബിമാർക്ക് അത് പറയാൻ കഴിഞ്ഞു. എന്താ കാരണം? അവരൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ വിശ്വാസം അത് നേരെയാക്കുക, ഈ വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് സ്വർഗത്തിലെത്തിച്ചേരാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു വസ്തുത എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സ്വർഗം പറയാൻ കാരണം എന്താണ്? ബിമാ സബറു, ജീവിതത്തിൽ പ്രയാസമുണ്ടായപ്പോ ക്ഷമിച്ചത് കൊണ്ടാണ്. പറഞ്ഞോ വിശ്വാസികളായ ഒരു പരീക്ഷണം ഉണ്ടാവില്ല? ഇല്ല. അള്ളാഹു പറഞ്ഞതെന്താ? ലയബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു പറഞ്ഞു തുടങ്ങുന്ന അങ്ങനെയാ, ലയബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് പരീക്ഷിക്കും? ഭയം, വിശപ്പ്, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ആൾനഷ്ടം, വിഭവനഷ്ടം, ഇതൊക്കെ കൊണ്ട് പരീക്ഷിക്കും. ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് ആ സന്തോഷ വാർത്ത. വിശ്വാസിയായോണ്ട് പരീക്ഷണം ഉണ്ടാവില്ല എന്നല്ല, പരീക്ഷണമുണ്ടാകും. ആ പരീക്ഷണത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നതാരാണോ അവർക്കാകുന്നു സന്തോഷ വാർത്ത. എന്താണ് ആ സന്തോഷ വാർത്ത? ക്ഷമിക്കുന്ന ആളുകളുടെ പ്രത്യേകത, അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാൽ ഖാലു, അവർ പറയുന്നത് എന്താണെന്നറിയുമോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരുമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് അല്ലെ? ഒരാളിപ്പോ ഫോൺ ചെയ്തു വിചാരിക്കും, പുറത്ത് നമ്മൾ പരിപാടി കഴിഞ്ഞ് പോകുമ്പോ ഒരാൾ ഫോണ് വന്നു, ഫോൺ അറ്റൻഡ് ചെയ്തു, അയാൾ പറയാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് അയാൾ ഫോണ് കട്ട് ചെയ്താൽ അപ്പൊ നമ്മൾ ചോദിക്കും ആരാ മരിച്ചത്? കാരണം എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ആരോ മരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പായ ഇത് മരിച്ചാൽ ചൊല്ലേണ്ട ഒരു ദിക്റ് എന്ന നിലയിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ല, ഇതൊരു വിശ്വാസമാണ്, ഒരു ആദർശമാണ്. എന്ത് വിശ്വാസം? ഈ തരത്തിലുള്ള മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും ഒരു വിശ്വാസിയെ പിടിച്ചു നിർത്തുന്ന വിശ്വാസം. ഇന്നാലില്ല, ഞാൻ അല്ലാഹുവിനുള്ളവനാണ്, എനിക്ക് പരീക്ഷ ഉണ്ടാവും. എന്നെക്കാൾ വലിയ ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്ന് പച്ചില തിന്ന് ആട് കാട്ടിക്കുന്നത് പോലെ കാട്ടിക്കേണ്ടി വന്ന ചരിത്രം കേട്ട എനിക്ക് പിന്നെ എന്റെ പട്ടിണിയായി തോന്നുന്നു. അതേപോലെ തന്നെ സ്വർഗത്തിൽ ഒരുക്കപ്പെടുന്ന തമ്പുകൾ, ടെന്റുകൾ, ആ ടെന്റുകളെ പറ്റി ഹദീസുകളിൽ പരാമർശമുണ്ട്. അതേപോലെ തന്നെ അതിന്റെ മറ്റ് സൗകര്യങ്ങൾ, കൂട്ടത്തിൽ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച്, പാനീയങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഫീഹിമാ ഫാക്കിഹത്തുൻ വ നഖലുൻ വ റുമ്മാൻ, അതിൽ ഈത്തപ്പഴമുണ്ട്, റുമ്മാനുണ്ട്. അതേപോലെ തന്നെ ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിക വ അനാബ, സത്യവിശ്വാസികൾക്കുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി
വിജയികൾക്കുള്ള മുത്തക്കികൾക്കുള്ള ആ അനുഗ്രഹത്തെ പറ്റി അല്ലാഹു പറയുകയാണ്. ഇമാം ബഗവി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, യുരീദു അസ്നാറ ജന്ന വസിമാറഹ. ഇവിടെ അല്ലാഹു ഈ പറഞ്ഞിരിക്കുന്നത് ഹദായിഖ വഅനാബ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ സ്വർഗത്തിൽ വിശ്വാസികൾക്കായി അല്ലാഹു ഒരുക്കിയിരിക്കുന്ന മരങ്ങളെപ്പറ്റിയും അതേപോലെ തന്നെ പഴങ്ങളെപ്പറ്റിയുമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ വീണ്ടും പറഞ്ഞു, മുത്തഖീന ഫീഹാ യദൂന ഫീഹാ ബിഫാക്കിഹത്തിൻ കസീറത്തിൻ വശറാബ്. ഒരുപാട് പഴങ്ങൾ, അതേപോലെ തന്നെ പാനീയങ്ങൾ ഇതൊക്കെയാണ് അവിടെ അവർക്ക് ലഭിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ അല്ലാഹു പറഞ്ഞല്ലോ, അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ. വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ അവരോട് വായിക്കൂ എന്ന് പറയപ്പെടുകയാണ്. അങ്ങനെ ആ ഗ്രന്ഥം അവിടെ വെച്ച് അവർ വായിക്കുകയാണ്. ഇന്നി ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. ഈ ലോകത്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു ദിവസത്തെ നേരിടേണ്ടി വരുമെന്ന്. ഇങ്ങനെ എന്റെ കർമ്മങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ട ഒരു രേഖ അത് ഞാൻ വായിക്കുമെന്ന്, അതെന്റെ കയ്യിൽ ലഭിക്കുമെന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതാ സംതൃപ്തമായ ജീവിതമാണവന്. ഫീ ജന്നത്തിൻ ആലിയ, അത്യുന്നതമായ സ്വർഗങ്ങളിലാണ് അവന് താമസം. ഖുതൂഫുഹാ ദാനിയ കുലൂ വസ്റബൂ ഹനീഅൻ ബിമാ സലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ആ സ്വർഗത്തിലുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അതോടൊപ്പം തന്നെ ആ സ്വർഗത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ, ആ സ്വർഗത്തിൽ ലഭിക്കാനുള്ള തണല്, പഴങ്ങൾ മാത്രമല്ല മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തണലുകൾ. ഇന്നൽ മുത്തഖീന ഫീ മിലാലിൻ വഉയൂൻ. സത്യവിശ്വാസികൾ, തഖ്വയുള്ള ആളുകൾ, അവർക്ക് ലഭിക്കാനിരിക്കുന്ന തണലിനെ പറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്? ഇന്ന ഫിൽ ജന്നതി ലശജറ. ആ സ്വർഗത്തിൽ ഒരു മരമുണ്ട്. യസീറു റാകിബു ഫീ മില്ലിഹാ മിയത ആമിൻ ലാ യഖ്തൗഹാ. ആ മരത്തിന്റെ തണലിലൂടെ 100 കൊല്ലം ഒരാൾ നടന്നാലും ആ തണല് അവസാനിക്കുകയില്ല. അത്രയും തണൽ നൽകുന്ന ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കാണാം നമുക്ക് ആ സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന വസ്ത്രങ്ങളെപ്പറ്റി, മുത്തുകളും പവിഴങ്ങളും ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ വസ്ത്രങ്ങളെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ സൗകര്യങ്ങൾ, ഗുണങ്ങൾ ഒക്കെ ആർക്കാണ് ഇതൊക്കെ അല്ലാഹു ഒരുക്കിയത്? വല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നിബന്ധന എന്താ? വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. എങ്ങനെ അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞോ അതുപോലെ വിശ്വസിക്കണം. എങ്ങനെ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ വിശ്വസിച്ചോ അതുപോലെ വിശ്വസിക്കണം. എങ്ങനെ സാലിഹികൾ വിശ്വസിച്ചോ അതേപോലെ വിശ്വസിക്കണം. വിശ്വാസത്തിനും സൽക്കർമ്മത്തിനും മാനദണ്ഡമുണ്ട്. എനിക്ക് തോന്നിയ പോലെ ചെയ്യാനല്ല, അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ക്രിസ്മസ് ആയി വീടുകളിൽ സ്റ്റാർ നോക്കിയ ആളുകളുണ്ട്, കേക്ക് മുറിച്ചവരുണ്ട്. എന്താ പറയണത്? അതൊക്കെ എന്താ? നാട്ടിലെ നമ്മൾ ജീവിക്കുമ്പോ ഒരു കേക്ക് മുറിച്ചാൽ എന്താ കുഴപ്പം? ഒരു സ്റ്റാർ നോക്കിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലേ? എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ ഡിസംബർ 25 പ്രത്യേകത എന്താ? എന്തിനാ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു അത് യേശുവിന്റെ ജന്മദിനമാണ്, അല്ലേ? ആരാ യേശു? ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തിന്റെ പുത്രനായ യേശു ജനിച്ച ദിനത്തിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ആ ജനിച്ച കുട്ടി എവിടെയാണെന്ന് കാണാൻ പോയ ആളുകൾക്ക് വഴികാട്ടിയായ നക്ഷത്രത്തെ ആദരിച്ചുകൊണ്ടാണ് സ്റ്റാർ തൂക്കുന്നത്. ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റുമോ? ഈ വിശ്വാസം, ആ വിശ്വാസത്തെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ പറയുന്നത് ഗൗരവതരമായ കാര്യമാണ്. ഏതുവരെ എന്ന് പറഞ്ഞു? ആകാശം തകർന്നു വീഴാനും ഭൂമി പൊട്ടിപ്പിളരാനും പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാനും പോകുന്ന കാര്യമാണിത്.
അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന വാദം. അബ്ദുള്ള എന്നും അബ്ദുറഹ്മാൻ എന്നും മുഹമ്മദ് എന്നുമൊക്കെ പേരുള്ള ഞാൻ പോയിട്ട് ക്രിസ്ത്യാനികളോട് പറയുന്നു, നിങ്ങൾക്ക് ആശംസകൾ, ക്രിസ്മസ് ആശംസകൾ. 100-150 രൂപ കൊടുത്ത് കാർഡ് വാങ്ങി ഞാൻ എന്റെ സുഹൃത്തിന് പോസ്റ്റ് ചെയ്യുന്നു ക്രിസ്മസ് ആശംസകൾ. ഇതിന് ആകാശം തകർന്നു വീഴാൻ തക്കവണ്ണമുള്ള, ഭൂമി പൊട്ടിപ്പിളരാൻ തക്കവണ്ണമുള്ള, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാൻ തക്കമുള്ള വിശ്വാസം നീ സ്വീകരിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്. അതിനാണ് നിനക്ക് ആശംസ. പറ്റുമോ പറയാം? നമ്മൾ അങ്ങനെയാ ചിന്തിക്കുന്നത്. നമ്മളുടെ വിശ്വാസം എവിടെ തകർന്നു പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല, അല്ലേ? ഈ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നു, അല്ലെ? മൊഹീദ്ദീൻ ശൈഖിനെ, ബദരീങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നു. എന്താ വിശ്വാസം? കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന, സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റി CM സ്മരണിക എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കി. ആ പുസ്തകത്തിൽ അവർ പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കാണുന്നത് പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാനും കഴിയും. ഈ വിശ്വാസമല്ലേ മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത്, അല്ലെ? ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ മൊഹീദ്ദീൻ ശൈഖ് ജീവിതകാലത്ത് മലയാളത്തിൽ ഒരു വരി പോലും എഴുതിയിട്ടില്ല. അറബിയിൽ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ ഒരു വരി പോലും മൊഹീദ്ദീൻ ശൈഖ് എഴുതിയിട്ടില്ല. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന എന്താ? മൊഹീദ്ദീൻ ശൈഖേ, എന്റെ കുട്ടിക്ക് പനിയാണ്, നിങ്ങൾ രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് മൊഹീദ്ദീൻ ശൈഖ് കേൾക്കും, മൊഹീദ്ദീൻ ശൈഖ് അറിയും. ഞാൻ പറഞ്ഞ മലയാളം മൊഹീദ്ദീൻ ശൈഖിന് മനസ്സിലാകും. ഇതൊക്കെയല്ലേ ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഇതല്ലേ എന്റെ വിശ്വാസം? ബദരീങ്ങളെ കാക്കണേ. ബദരീയത്തിൽ രക്തസാക്ഷികളായവരോ പങ്കെടുത്തവരോ ആയ ഏതെങ്കിലും സഹാബികൾ മലയാളം അറിയുന്നവരായിരുന്നില്ല. കേരളത്തിൽ നിന്ന് പോയ ഒരൊറ്റ സഹാബിയും ബദരീയത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ വിചാരിക്കണ എന്താ? ബദരീങ്ങളെ എന്ന് ഞാൻ വിളിച്ചാൽ അവർ കേൾക്കും, അറിയും, മനസ്സിലാകും. ഈ വിശ്വാസമല്ലേ ഞാൻ സൂക്ഷിക്കുന്നത്? ഇങ്ങനെ അറിയാനുള്ള കഴിവ് മഹാന്മാർക്കുണ്ടോ? ഒന്നും പറയേണ്ടതില്ല. ചിലപ്പോ നമ്മളൊക്കെ വിചാരിക്കും, ഈ മുജാഹിദുകൾ പറയുന്ന ആദർശം അത് എങ്ങനെയൊക്കെ സ്വീകരിച്ചാൽ കുഴപ്പമില്ലേ, നാട്ടിൽ പല എതിർപ്പുണ്ടാവൂലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മളെല്ലാവരും മുജാഹിദല്ലാത്ത ആളുകളൊക്കെ കൊല്ലത്തിൽ ഒരു ദിവസം മുജാഹിദാവാതെ രക്ഷയില്ല. നമ്മളെ മുജാഹിദിനോട് യോജിപ്പുണ്ടാവില്ല, മുജാഹിദുകളോട് സംഘടനാപരമായ വിയോജിപ്പുണ്ടാവും. ചിലപ്പോ ഞാൻ ഈ വേദിയിൽ മുജാഹിദ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമ്മൾ ഇതൊന്നും പറയൂലാന്ന് വിചാരിച്ചിട്ടാ വന്നത്, ഇവിടെ ഇവർക്ക് ഇതന്നെയാ പറയാനുള്ളത് എന്ന് ചിന്തിച്ച് അല്പമൊക്കെ പ്രയാസം ഉണ്ടാകുന്ന ആളുകളുണ്ടാകും. എന്നാൽ എല്ലാവരും കൊല്ലത്തിൽ ഒരു ദിവസം മുജാഹിദ്. ഏത് ദിവസം? ദുൽഹിജ്ജ മാസം 10-ാം തീയതി മുജാഹിദാബാദ് ഒരു രക്ഷ. മറ്റു ദിവസങ്ങളിൽ നമ്മൾ സുന്നിയാന്ന് എന്തുകൊണ്ടാ? മുജാഹിദ് പറയുന്നു മൊയ്തീൻ ശൈഖെ രക്ഷിക്കണമെന്ന് വിളിച്ചാൽ മൊയ്തീൻ ശൈഖ് കേൾക്കൂല, അറിയൂല. അങ്ങനെ അറിയാനുള്ള കഴിവൊന്നും മഹാന്മാർക്കില്ല. ഇത് മുജാഹിദ് പറയുന്നത് കൊണ്ടാണ് നമ്മൾ മുജാഹിദാവാതെ അത് അറിയുമെന്ന് വിശ്വസിച്ച് സുന്നിയാകുന്നത്. എന്നാൽ ദുൽഹിജ്ജ 10-നോ ഈ സുന്നിയുടെ വിശ്വാസം നമുക്ക് പറ്റില്ല. കാരണം ദുൽഹിജ്ജ 10-ന് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബലിപെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ വിശ്വാസം എന്താ? എല്ലാരും പറയലും കേൾക്കലും ഒക്കെ എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുഭവിച്ച ത്യാഗം. എന്താ ത്യാഗം? സ്വന്തം മകനെ അറുക്കാൻ ഇബ്രാഹിം നബി തയ്യാറായില്ലേ? എല്ലാ ഉസ്താദുമാരും അന്ന് വയലുള്ളത് പറയും, തലേ വെള്ളിയാഴ്ച പറയും, അതിന്റെ സന്ദേശത്തിലും ഉണ്ടാവും, നോട്ടീസിലും ഉണ്ടാവും, ചുവരിന്റെ മുകളിലും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും ഇബ്രാഹിം നബിയുടെ ത്യാഗം. എന്താ ത്യാഗം? ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലിയെറുക്കാൻ തയ്യാറായി. എന്നാൽ അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനുമുള്ള കഴിവ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്കുണ്ട് എന്നത് ഇസ്ലാമിന്റെ വിശ്വാസമാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ എന്ത് ത്യാഗമുള്ളത്? ഇബ്രാഹിം നബി അള്ളാഹിന്റെ ഇഷ്ടദാസനാന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പൊ ഇബ്രാഹിം നബി മകനെ അറക്കണം എന്നുള്ള സ്വപ്നം അതെന്നെ മുൻകൂട്ടി കാണും. കാരണം അള്ളാഹ് അപ്പ അറിഞ്ഞതല്ലല്ലോ, അതെന്നെ മുൻകൂട്ടി കാണും. ഒരു കഥക്ക് വേണ്ടി നമ്മൾ അവിടുന്ന് തുടങ്ങാം. ഇബ്രാഹിം നബി സ്വപ്നം കാണുക എന്ത്? മകനെ ബലിയെറുക്കണം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാഞ്ഞ നിങ്ങടെ കൽബകമെന്നോവർ. മൊഹീദ്ദീൻ ശൈഖിനെ പറ്റിയുള്ള വിശ്വാസം അതാണ്. കണ്ണിൽ കാണാത്തതും
കൽബകത്തുള്ളതും കൺകണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവര്. അങ്ങനെയൊക്കെ പറയാൻ ആർക്ക് കഴിയും? മുഹീദ്ദീൻ ശൈഖിന് കഴിയുന്ന. അപ്പൊ ഇബ്രാഹിം നബിക്ക് എന്തായാലും കഴിയണ്ടേ? അപ്പൊ ഇബ്രാഹിം നബി ആദ്യമേ അറിയുന്നുണ്ട് മോനെ അറക്കേണ്ടി ഒന്നും വരൂല. ഞാൻ അവിടെ ചെല്ലുമ്പോ എന്ത് ചെയ്യും? അള്ളാഹ് ഒരാടിനിറക്കും, ആ ജിബ്രീൽ ആടിനെ കൊണ്ടുവന്നരും, അതിന് അർത്താ മതി, പിന്നെ അതിൽ വല്ല ത്യാഗവും. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ കുറച്ച് ആളുകൾ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വേഗം പോയി ഒരു മൂരി അറുത്ത് പാകം ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു. വന്ന ആളുകൾ തിന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പേടിയായി. അപ്പൊ വന്നവര് പറഞ്ഞു ഞങ്ങൾ മലക്കുകളാണ്. നോക്ക് നിങ്ങൾ, ചില സിദ്ധന്മാരെ പറ്റിയൊക്കെ നമ്മളെന്താ പറയല്? എന്താ നമ്മളെ വിഷയം? ആരെയാ കാണാതായിപ്പോയത് അല്ലെ? നിങ്ങൾ കേട്ടുനോക്കൂ. കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായി ഒരു ചാനൽ കാണാനിടയായി. കേരളത്തിലെ ഒരു വലിയ ജ്യോതിഷി ഫോണിലൂടെ മറുപടി പറയാം. അപ്പോ വിളിച്ചതൊരു സ്ത്രീയാണ്. ആ സ്ത്രീ ജന്മത്തീയതി പറഞ്ഞു, ഇദ്ദേഹം അതിനനുയോജ്യമായ മലയാള തീയതി പറഞ്ഞു, നക്ഷത്രം പറഞ്ഞു. എന്നിട്ട് ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇയാൾ പറഞ്ഞു തുടങ്ങിയത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. പെട്ടെന്ന് ഇടയിൽ കയറി ഈ സ്ത്രീ പറഞ്ഞു, എന്റെ മകനാണ്, മകനെ 2 വർഷമായി കാണാനില്ല. ഇയാള് പെട്ടെന്ന് കാസറ്റ് തിരിച്ചു. ഇയാൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. മകനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ 2011 നിങ്ങളുടെ മകൻ തിരിച്ചു വരും എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ മാറുകയാണ്. അതുവരെ ഒരു സ്ത്രീയാണ് എന്ന ധാരണയിൽ പറഞ്ഞയാൾ പിന്നീട് മകനാണ് എന്ന് പറഞ്ഞപ്പോ 2 വർഷമായി കാണാനില്ല എന്ന് പറഞ്ഞപ്പോ അതിനനുസരിച്ച് അനുയോജ്യമായ ഫത്വ നൽകുക. ഈ വിശ്വാസമാണ് ആളുകൾ കാത്തു സൂക്ഷിക്കുന്നത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലെത്തിയിട്ടോ മലക്കുകൾ വന്നിട്ടോ ഇബ്രാഹിം നബിക്ക് മനസ്സിലായില്ല. എന്നാ പിന്നെ നിങ്ങൾ ആരാന്ന് ചോദിച്ചോ? അതുമില്ല. പൂരിക്കുട്ടി ഉണ്ടാക്കി കൊണ്ടുപോയി വെച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവര് മലക്കുകളാണെന്ന് പറയുന്നത്. ഇത് വിശ്വസിക്കുന്നവനല്ലേ ദുഹിജപത്തിന് പെരുന്നാൾ ആഘോഷിക്കുന്നത്? അപ്പൊ അന്ന് മുജാഹിദാവാതെ നിവൃത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോ ആ വിശ്വാസം, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. അതേപോലെ തന്നെ കർമ്മങ്ങളുടെ അടിസ്ഥാനം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ പ്രവർത്തിക്കാൻ പറഞ്ഞത്, എങ്ങനെ കർമ്മങ്ങൾ ചെയ്യാനാണോ പഠിപ്പിച്ചത്, അതേപോലെ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം. വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച ഒരുപാട് ഭാഗങ്ങളുണ്ട്. സ്വർഗം ലഭിക്കാൻ ആളുകൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. സൂറത്തുൽ മുഅ്മിനൂനിലെ 1 മുതൽ 111 വരെയുള്ള വാക്യങ്ങൾ, ആയത്തുകൾ അതെങ്കിലും എടുത്തൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഫീഹും ഫീ സലാത്തിഹിം ഖാശിഊൻ എന്ന് തുടങ്ങി അല്ലാഹു വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് കമൻ ഹുവ അഅമാ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ് അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ് എന്നിങ്ങനെ തുടങ്ങി സ്വർഗത്തിലെത്തുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇത് ലഭിക്കണമെങ്കിൽ കുറുക്കുവഴികളൊന്നുമില്ല. ഈ മാർഗം സ്വീകരിക്കലല്ലാതെ കുറുക്കുവഴികളൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇതാണ് സ്വർഗം. ഇനിയുള്ളത് നരകമാണ്. ആ നരകത്തെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിശ്വാസികളെയും ബോധിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാബുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് പറയുന്നത്, വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. കാരണം ആ നരകത്തിലെ വിറകെന്താ? അന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ് അവിടുത്തെ വിറകുകൾ. പിന്നെയോ ഇവിടെയുള്ള കാവൽക്കാരായ മലക്കുകൾ, ആ മലക്കുകൾ പരുഷന്മാരാണ്, പരുക്കന്മാരാണ്. നമ്മുടെ വേദനകൾക്കോ വേവലാദികൾക്കോ ആവലാദികൾക്കോ നമ്മുടെ കരച്ചിലുകൾക്കോ കണ്ണീരൊഴുക്കലുകൾക്കോ ഒരു വിലയും കൽപ്പിക്കാത്ത മലക്കുകളാണ് അവിടെയുള്ളത്. ആ മലക്കുകൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, അവർ കാവൽ നിന്നുകൊണ്ടിരിക്കുന്ന ആ നരകത്തെ നിങ്ങൾ കാത്തുകൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇവിടുത്തെ വിറക് മനുഷ്യരാണ്. ആ നരകത്തിനുള്ള വിറകായി ഞാൻ മാറാതിരിക്കണമെങ്കിൽ എന്ത് വേണം?
ഇതിനെക്കുറിച്ച് ഭയപ്പെടണം. അതിനെക്കുറിച്ചുള്ള പേടി എന്റെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സ്വർഗത്തിൽ ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെ പറഞ്ഞു, അതേപോലെ നരകത്തിൽ ലഭിക്കാനുള്ള ശിക്ഷകളെ പറ്റിയും അല്ലാഹു പറഞ്ഞു. വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ വകാനൂ യസിറൂന അലൽ ഹിൻസിൽ അദീം വകാനൂ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബൂസൂൻ. അല്ലാഹു പറയാ, നരകത്തിലുള്ള ആളുകൾ അവർക്ക് കുടിക്കാനുള്ളത് ചൂട്. മനുഷ്യൻ ചൂട് സഹിക്കാതാവുമ്പോ എന്താ ചെയ്യൽ? നമ്മളെ തണലത്തേക്ക് മാറി നിൽക്കുക എന്ന് പറയും. ആ തണലിന് വരെ ചൂടാണെങ്കിലോ, ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന തണൽ, ആ തണലിന് വരെ കൊടും ചൂട്. ആ ഒരവസ്ഥയാണ് നരകത്തിൽ. എന്താ കാരണം? മുമ്പ് ഇതിനെപ്പറ്റിയൊന്നും ഓർമ്മിച്ചില്ല. മുമ്പ് ജീവിതം സുഖിച്ച് ജീവിച്ചവരാണ്. ദുനിയാവിൽ ഈ ചൂടിനെ കുറിച്ച് ആലോചിക്കാൻ, ഒരു തണല് പോലും തന്നെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല എന്ന് ചിന്തിക്കാൻ കഴിയാതെ ജീവിച്ച മനുഷ്യൻ. അവൻ ചോദിച്ചു, എന്ത്? ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ അഇന്നാ ലമബഊസുൻ. ഞാൻ മരിച്ച് മയ്യത്തായി കഴിഞ്ഞ് ദ്രവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നോ എന്ന് ചോദിച്ചവർ. ചിലരത് നാവുകൊണ്ട് ചോദിച്ചു. നമ്മൾ പ്രവർത്തനം കൊണ്ട് ചോദിക്കുക, അല്ലേ? നമ്മളൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാനങ്ങനെ ജീവിക്കോ, അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടാവോ, അങ്ങനെ ഒരു നരകം ഉണ്ടാവോ എന്നൊക്കെയുള്ള ചിന്ത എന്റെ മനസ്സിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? അതിന് വിരുദ്ധമായ, ആ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം, എന്റെ പ്രവർത്തനത്തിലൂടെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അല്ലാഹു പറഞ്ഞു, സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹതൻ ലിൽ ബശർ. നരകത്തിലെ തീയെപ്പറ്റി അല്ലാഹു വിശേഷിപ്പിക്കുന്ന പദങ്ങൾ എന്താ? കരിച്ചു കളയുകയാണ്. ഒന്നും ബാക്കിയില്ലാതെ, ഒന്നും അവശേഷിക്കാതെ എല്ലാം കരിച്ചു കളയുന്ന ചൂട്. തീരില്ല. എല്ലാം കരിഞ്ഞു തീരുമ്പോ വീണ്ടും ഉണ്ടാക്കപ്പെടുകയാണ്. അതിന് സമയമില്ല. ജനിച്ച് വളർന്ന് വലുതായി പക്വതയെത്തുന്ന സമയമില്ല. മറിച്ച് ഉടനടി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. മരിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ, പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ തട്ടുകളെ കുറിച്ചുകൂടി പറയുന്നു. ഏറ്റവും താഴെ തട്ടിൽ ആര്? പടവിശ്വാസികളായ ആളുകൾ. നേരത്തെ സ്വർഗത്തെ പറ്റി പറഞ്ഞതുപോലെ നരകത്തിനുമുണ്ട് വാതിലുകൾ. ലഹാ സബഅതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസുഉം മഖ്സൂം. 7 വാതിലുകൾ ഖുർആൻ പറയാ. 7 വാതിലുകൾ, ഓരോന്നിനായി വേർതിരിക്കപ്പെട്ട വിഭാഗങ്ങൾ ഒക്കെയുണ്ട്. സ്വർഗത്തിനുള്ളതുപോലെ നരകത്തിനും വാതിലുകൾ. ആ വാതിലുകൾ തുറക്കപ്പെടും. എന്നിട്ടോ അപ്പോ നേരത്തെ സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞല്ലോ, സലാം, സന്തോഷം, സന്തോഷത്തിന്റെ അഭിവാദ്യം ചെയ്തതുപോലെ, ശാന്തിയുടെ സമാധാനത്തിന്റെ അഭിവാദ്യം ചെയ്തതുപോലെ നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമ്പോ ഖാല ലഹും ഖസനതുഹാ. നരകത്തിന്റെ മലക്കുകൾ ചോദിക്കുന്നത് എന്താ? അലം യഅതികും റസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖായ യൗമിക്കും ഹാദാ ഖാലൂ ബലാ വലാകിൻ ഹഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ. ആ നരകശിക്ഷയ്ക്ക് വിധേയരാകുന്ന സന്ദർഭത്തിൽ മലക്കുകൾ ചോദിക്കുകയാണ്, അല്ല കൂട്ടരെ, അല്ലാഹുവിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ? ആ ദൂതന്മാർ നിങ്ങളെ താക്കീത് ചെയ്തിരുന്നില്ലേ? എന്തേ അതൊന്നും നിങ്ങൾ സ്വീകരിക്കാതിരുന്നത്? എന്തേ അതൊന്നും നിങ്ങൾ അംഗീകരിക്കാതിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന രംഗം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. മലക്കുകൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. ആർക്കാണ് ഈ നരകം?
നേരത്തെ സ്വർഗമാർക്കാണെന്ന് പറഞ്ഞതുപോലെ നരകമാർക്കാണ് എന്നുകൂടി അള്ളാഹു വിശദീകരിക്കുകയാണ്. ഇന്നല്ലദീന കഫറൂ വമാതൂ വഹും കുഫാറുൻ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായിക വന്നാസി അജ്മഈൻ ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുൽ അദാബു വലാ ഹും യുൻളറൂൻ. അല്ലാഹുവിനെയും പരലോകത്തെയും ഒക്കെ നിഷേധിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചവർ, അങ്ങനെ നിഷേധിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ അവിടെ എത്തിച്ചേരുന്നു. അവിടെ എത്തിച്ചേർന്നാൽ എന്താ? അള്ളാഹുവിന്റെ ശാപം, മലക്കുകളുടെ ശാപം, സർവ്വജനങ്ങളുടെയും ശാപം. ഒരു തരത്തിലും ശിക്ഷ ലഘൂകരിക്കപ്പെടാത്ത രൂപത്തിൽ, ഒരു പരിഗണനയും ലഭിക്കാത്ത രൂപത്തിൽ ആ നരകത്തിലെ ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥ. നരകത്തിൽ വെച്ച ആളുകൾ ചോദിക്കുക പരസ്പരം, ഈ ജന്നാത്തിൽ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ, ഈ കുറ്റം ചെയ്ത ആളുകളെ കുറിച്ച് ചോദ്യം ചെയ്യുകയാണ്. അവർ ചർച്ച ചെയ്യുക. എന്താ ചോദിക്കുന്നത്? മാ സലക്കക്കും ഫീ സഖർ, എങ്ങനെ ഞങ്ങൾ നരകത്തിലെത്തിയത്? അവരുടെ മറുപടി ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ലം നകു മിനൽ മുസല്ലീൻ, നിസ്കരിച്ചിട്ടില്ല. നമ്മൾ വിചാരിക്കലെന്താ, ഈ തിരക്കിന്റെ ഒക്കെ ഇടയ്ക്ക് ഇനിയിപ്പോ നിസ്കരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം അല്ലേ? ഒരുപാട് തിരക്കുകൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ, ബിസിനസ് ഉണ്ട്, മതരംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്. ഈ തിരക്കിന്റെ ഇടയിൽ ഒരു നിസ്കാരമൊന്നും പോയിപ്പോയാൽ അല്ലാഹ് അത് അങ്ങനെയൊന്നും പരിഗണിക്കില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, നരകത്തിലുള്ള ആളുകൾ സ്വർഗത്തിലുള്ളവരോട് പറയുന്നു, ഞങ്ങൾ നരകത്തിലെത്താനുള്ള കാരണം എന്താണെന്നറിയുമോ? ലം നകു മിനൽ മുസല്ലീൻ, അല്ലാഹു നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അല്ലാഹു നിസ്കരിക്കാൻ കൽപ്പിച്ചതുപോലെ ഞങ്ങൾ നിസ്കരിച്ചില്ല. വലം നകു നുതഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ താനൽ യഖീൻ. ഞങ്ങളിങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു. ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു പോയ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളും അങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു. അള്ളാഹുവിനെ കുറിച്ചറിയാൻ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾ തയ്യാറായില്ല എന്ന് അവിടെ വെച്ച് പറയും. ഇവിടെ മനുഷ്യൻ അനുഭവിക്കാനുള്ള പ്രയാസം സ്വർഗത്തിൽ കിട്ടാനുള്ളത് പറഞ്ഞതുപോലെ നരകത്തിൽ കിട്ടാനുള്ളത് പറഞ്ഞു. എന്താ നരകത്തിലെ ഭക്ഷണം? ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ളരീഉ ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂഅ്. പുള്ളാണ് ഭക്ഷണം, പുള്ളുകൾ. എന്താ എന്നിട്ടെന്താ കാര്യം? വിശക്കുമ്പോ തിന്നാണ് മനുഷ്യൻ. എന്നാലോ ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂഅ്, തന്റെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം തിന്നുകൊണ്ടുണ്ടോ? വിശപ്പ് മാറോ? തടി നന്നാവോ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ മനുഷ്യനറിയാം ഇത് തനിക്ക് ഉപകാരപ്പെടാത്ത സാധനമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ തിന്നേണ്ടി വരുന്ന ഒരു ശിക്ഷ. ഇവിടെ നിന്ന് കുടിപ്പിക്കപ്പെടുന്ന പാനീയങ്ങൾ, അവിടെയുള്ള മരങ്ങൾ, ഇന്ന ശജറത സഖൂം തുആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം. മനുഷ്യൻ എന്താ കുടിക്കുന്നത്? കുടിക്കുന്ന സാധനം ലോഹം ഉരുകിയതുപോലെയുള്ള ദ്രാവകം. അതിങ്ങനെ കുടിക്കുമ്പോ അത് പോകുന്ന ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോകുന്നു. എന്നാ പിന്നെ കുടിക്കാതിരിക്കോ? ഇല്ല. കാരണം എന്താ? ഇത് കുടിച്ച് ആ ശിക്ഷ അനുഭവിച്ച് കഴിയുമ്പോഴേക്ക് ഇത് പൂർവ്വസ്ഥിതിയിലായി. വീണ്ടും കുടിക്കേണ്ടി വരും. ഇങ്ങനെ ആ ചൂടുള്ള പാനീയം കുടിക്കേണ്ടി വരുന്ന അവസ്ഥ തീർന്നോ? കുടിക്കല് മാത്രല്ല, അതിങ്ങനെ കുടിച്ച് കുടിച്ച് കഷ്ടപ്പെടുന്ന മനുഷ്യന് വീണ്ടും വരുന്ന ശിക്ഷ അല്ലാഹു പറയാ, സുമ്മ സുഫൂ ഫൗക റൈസിഹി മിൻ അദാബിൽ ഹമീം. കുടിച്ചാ മാത്രം പോരാ, ഈ ചൂടുള്ള ദ്രാവകം തലയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ ചൂടുള്ള ദ്രാവകം തലയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇന്നക അൻതൽ അസീസുൽ കരീം ഇന്ന ഹാദാ മാ കുൻതും ബിഹി തംതറൂൻ. ദുനിയാവിൽ സകല നുണയും പറഞ്ഞ് ഇതൊന്നും സ്വീകരിക്കാതെ ഞാനാണ് എല്ലാം എന്ന് വിചാരിച്ച് അഹങ്കാരത്തോടുകൂടി ജീവിച്ച മനുഷ്യ, നിസ്സഹായനായി ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ ഇത് അനുഭവിക്കുക മാത്രമാണ് നിനക്ക് നിവൃത്തിയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും.
നരകത്തിലെ ഭക്ഷണ പാനീയങ്ങൾ വിശദീകരിക്കാനേറെയുണ്ട്, ദീർഘിപ്പിക്കുകയല്ല. ഖുർആനിലൂടെ നാം അത് മനസ്സിലാക്കുക എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥയെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. എന്തേ കാര്യം? ഈ ലോകത്ത് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് അതൊക്കെ എന്റേതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ സമ്പത്ത്, എന്റെ സന്താനം, ഇതൊക്കെ എന്റേതാണ് എന്ന് വിചാരിച്ച് അഹങ്കാരത്തോടെ ഞാൻ ജീവിച്ചു. എന്നാൽ സഹോദരന്മാരെ, പരലോകത്തെത്തുമ്പോ ഇതിനെന്തെങ്കിലും ഫലമുണ്ടോ? ഈ ദുനിയാവിൽ ഞാൻ തെറ്റ് ചെയ്തു. ആർക്കാ? ഞാൻ എന്റെ ജോലിയിൽ അഴിമതി നടത്തുന്നു, കൈക്കൂലി വാങ്ങുന്നു, സ്വജനപക്ഷപാതം കാണിക്കുന്നു, സമ്പത്തുണ്ടാക്കുന്നു, അന്യായമായി കച്ചവടം ചെയ്യുന്നു, കൃത്രിമം കാണിക്കുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ സമ്പാദിക്കുന്നു. എന്നോടൊരാൾ ചോദിക്കാം, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്റെ മറുപടി എന്താ? കുടുംബമില്ലേ, പട്ടിണി കിടക്കാതെ ജീവിച്ചു പോകണ്ടേ? എന്റെ ഭാര്യക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. എന്റെ മക്കൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നു ഞാൻ. കമ്പ്യൂട്ടറുണ്ട്, ഇന്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്, ടെലിവിഷനുകളുണ്ട്, പേ ചാനലുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. കാരണം എന്താ? ഞാൻ പറയും, ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഒരു TV കാണാൻ അയൽപക്കത്തെ ഹാജിയാരുടെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹം ആട്ടി ഓടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല, അല്ലെ? എന്റെ മക്കളെല്ലാം കാണാം, എന്റെ മക്കളെല്ലാം അറിയണം. സംഗീതത്തിന്റെ, സിനിമകളുടെ, സീരിയലുകളുടെ, അതേപോലെ തന്നെ ഹറാമാണെന്ന് ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളുടെ ചങ്ങലകളിലേക്ക് എന്റെ മകൻ കൂടി കണ്ണിയാകാൻ ആരാ കാരണക്കാരൻ? ഞാൻ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്, എന്റെ മക്കള് സങ്കടപ്പെടാൻ പാടില്ല, എന്റെ ഭാര്യ സങ്കടപ്പെടാൻ പാടില്ല. ഇസ്ലാമിക വസ്ത്രം ധരിക്കാതെ എന്റെ ഭാര്യ പുറത്തു പോകുന്നു. ഞാൻ പറയുന്നില്ല അവളോട് നീ ഇസ്ലാമിക വസ്ത്രം ധരിക്കണം. കാരണം എന്താ? ഞാൻ വിചാരിക്കുന്നത് അവള് കല്യാണത്തിന് പോവാ, ആ കല്യാണ വീട്ടിൽ എല്ലാവരും ഫാഷൻ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാവും. എന്റെ പെണ്ണുങ്ങൾ മാത്രം ഈ മുൻകൈയും മുഖവും മാത്രം പുറത്ത് കാണിച്ച് ഇസ്ലാമിക വസ്ത്രം ധരിച്ചു പോയാൽ എല്ലാരും ഓളെ ഇങ്ങനെ പുച്ഛത്തോടെ നോക്കും. അപ്പൊ അത് ശരിയല്ലല്ലോ. അവർക്ക് അങ്ങനെ ഒരു പ്രയാസം വേണ്ട. എന്റെ മകൾ കോളേജിലാണ്, ഇസ്ലാമിക വസ്ത്രം ധരിക്കാൻ ഞാൻ പറയുന്നില്ല, കാരണം അവൾക്ക് പ്രയാസം ഉണ്ടാകരുത്. എന്റെ മകൻ ഇസ്ലാമിക വസ്ത്രം ധരിക്കാൻ ഞാൻ പറയുന്നില്ല, കാരണം അവന് പ്രയാസമുണ്ടാകരുത്. ഇങ്ങനെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതീ തുവീ വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ കല്ലാ ഇന്നഹാ ലദാ നസ്സാഅതൻ ലിശ്ശവാ. നരകത്തിലെത്തുന്ന മനുഷ്യൻ, ഞാൻ നരകത്തിലെ എന്താ കാര്യം? ഇതിന്റെയൊക്കെ പേരിൽ, ഞാൻ ചെയ്ത തിന്മകളുടെയൊക്കെ പേരിൽ ഞാൻ നരകത്തിലേക്ക് പോവാ. അപ്പൊ എന്താ? എന്റെ ഭാര്യ പറയോ, പടച്ചോനെ, ഭർത്താവ് എനിക്ക് വേണ്ടിയാ തെറ്റ് ചെയ്തത്, എനിക്ക് വേണ്ടിയാ തിന്മ ചെയ്തത്, അതുകൊണ്ട് എന്റെ ഭർത്താവിനെ നീ സ്വർഗത്തിലേക്ക് അയച്ച് എന്നെ നീ നരകത്തിലേക്ക് ഇടണമെന്ന് പറയോ? കുടുംബക്കാർക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒക്കെയാ ഞാൻ എന്ത് ചെയ്തത്? ഈ സത്യം മനസ്സിലായിട്ടും അത് അംഗീകരിക്കാതെ, പ്രവർത്തിക്കാതെ ജീവിച്ചത്. എന്നാ അവരാരെങ്കിലും പറയോ, ഞങ്ങൾക്ക് വേണ്ടിയാണ് ആചാര്യ കഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഞങ്ങളെ നരകത്തിലിട്ട് ആചാര്യ സ്വർഗത്തിലാക്കണമെന്ന് പറയോ? അയാൾ ഞങ്ങൾക്ക് വേണ്ടിയാ പണമുണ്ടാക്കിയത്, ആ പണം ഞങ്ങൾക്കാ തന്നത്, ഞങ്ങളെ ജാറത്തിന് വേണ്ടി ചോദിച്ചത് കൊണ്ടാ അയാൾ സഹായിച്ചത്, ഞങ്ങൾ നേരത്തേക്ക് ചോദിച്ചത് കൊണ്ടാ അയാൾ സഹായിച്ചത്, അതുകൊണ്ട് അയാളെ സ്വർഗത്തിലേക്കിട്ട് ഞങ്ങളെ നരകത്തിലേക്കിട്ടോ എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ മകനെ നരകത്തിലിട്ടിട്ട് എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയോ? അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഈ ബൾബ് ലൈറ്റ് ഇവിടെ അഴിച്ചു വെക്കും, ഈ ലൈറ്റ് ഇവിടെ അയച്ചു വെക്കും. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയും ഇങ്ങോട്ട് നടന്നു വരികയാണെങ്കിൽ നിങ്ങൾ കുട്ടീനോട് എന്താ പറയാ? മോനെ തട്ടിപ്പോവല്ലേ, ചൂടുള്ളതാണ്, ലൈറ്റ് തട്ടിയാൽ പൊള്ളും, അല്ലെ? വൈകുന്നേരം ചായ കുടിച്ചു. നമ്മള് ചായ കുടിക്കുമ്പോ നമ്മളുടെ അടുത്ത് ചെറിയ മകനുണ്ട്. എന്താ നമ്മൾ ചെയ്തത്? ഒരു 1/4 ഗ്ലാസ് കൂടി എടുത്ത് മകന് ചായ ആറ്റിക്കൊടുത്തു. എന്തേ കാരണം? ചൂടുള്ള ചായയാണ്, കുടിച്ചാൽ എന്റെ മകന്റെ ചുണ്ടു പൊള്ളും.
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭാര്യയോട് പറയും, നോക്ക് മകന് ഗ്യാസിന്റെ അടുത്ത് പോണേ നോക്കണേ, കുട്ടി അടുപ്പിന്റെ അരികിൽ പോകുന്നത് നോക്കണേ, മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ. മൂത്ത കുട്ടികൾ തമാശ കളിക്കുമ്പോ ചിലപ്പോ മൂത്ത കുട്ടി എന്ത് ചെയ്യും, മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചിട്ട് അത് ഉരുക്കി ഇളയ കുട്ടിയുടെ ശരീരത്തിൽ ഉറ്റിച്ചെന്ന് വരാം. സാധാരണയായി നടക്കാറുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മൂത്ത കുട്ടിയെ തല്ലും. എന്താ കാര്യം? ഇളയ കുട്ടിക്ക് പൊള്ളാൻ കാരണമായി. പൊള്ളി. ആ ഒരു ചെറിയ ചൂട് പോലും എന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകരുത് എന്ന് ഈ ദുനിയാവിൽ വെച്ച് ആഗ്രഹിച്ച ഞാൻ, ഒരു മെഴുകുതിരിയുടെ തുള്ളി പോലും എന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകരുത് എന്നാഗ്രഹിച്ച ഞാൻ, പരലോകത്ത് എന്താ ചെയ്യുന്നത്? ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി. എന്റെ മോനെ നരകത്തിലേക്ക് കൊടുത്തിട്ട് എനിക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമോ എന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്റെ ഭാര്യയെ, എന്റെ ഭർത്താവിനെ, എന്റെ മാതാപിതാക്കളെ, കുടുംബക്കാരെ ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ, എനിക്കെങ്ങനെയുണ്ട് സ്വർഗത്തിലെത്താൻ എന്ന് ഞാൻ ആലോചിച്ചു നോക്കുന്ന ഒരവസ്ഥ. മനുഷ്യൻ നിലവിളിക്കുകയാണ് അവിടെ. വഹും യസ്തരിഖൂന ഫീഹാ. അട്ടഹസിച്ച് നിലവിളിക്കുന്നു മനുഷ്യർ. എന്താ? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീറു ഫദൂഖൂ ഫമാ ലിൽസാലിമീന മിൻ നസീർ. അല്ലാഹുവിനോട് മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്നൊന്നെന്നെ പുറത്താക്കി തരണം. അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് പുറത്താക്കണം റബ്ബേ. വെറുതെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്നല്ല പറയുന്നത്. നഅമൽ സാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം റബ്ബേ. അമൽ സാലിഹാത്ത് ഞങ്ങൾ ചെയ്തു കൊള്ളാം റബ്ബേ എന്ന് ആ നരകത്തിൽ വെച്ച് മനുഷ്യൻ നിലവിളിക്കുകയാണ്. അവിടെ വെച്ച് അല്ലാഹു പറയുന്നു, വേണ്ട, താക്കീതുകാരൻ വന്നിരുന്നല്ലോ, സന്ദേശത്തിലേക്ക് ക്ഷണിച്ചിരുന്നല്ലോ, അന്നൊന്നും നിനക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോഴിതാ ആക്രമികളായ ആളുകൾക്ക് യാതൊരു സഹായവും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അങ്ങനെ അല്ലാഹു പറയുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതല്ലേ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് ഫമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സന്താനങ്ങളും സമ്പത്തും നിങ്ങളെ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ. അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, ഇതൊന്നും നിങ്ങളെ തടയാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെ മറന്നുപോയാൽ പരലോകത്ത് വരാനുള്ള അനുഭവം കൂടി പഠിപ്പിച്ചു. സമ്പത്തിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ, ഒരുപാട് പുരോഹിതന്മാരും അതേപോലെ തന്നെ പണ്ഡിതന്മാരുമൊക്കെ അവരെന്താ ചെയ്യുന്നത്? ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഖബറുകൾ കെട്ടിപ്പൊക്കി ജാറങ്ങളുണ്ടാക്കി നേർച്ച നടത്തി, ഉറൂസ് നടത്തി, അതിന്റെ സമ്പത്ത് തിന്നുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരുണ്ട്. സിദ്ധന്മാരുടെ വേഷം കെട്ടി, തങ്ങന്മാരുടെ വേഷം കെട്ടി, ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉറുക്കുമേലസും തകിടും പിഞ്ഞാണമെഴുത്തുമായി ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരുണ്ട്. അതോടൊപ്പം തന്നെ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. സ്വർണവും വെള്ളിയും സമ്പത്തുമൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അവർ തയ്യാറല്ല. ന്യായമായ മാർഗത്തിൽ സമ്പാദിക്കുന്നതിന് ഇസ്ലാമെതിരല്ല. പക്ഷെ എന്ത് ചെയ്യണം? ചെലവഴിക്കണം. ഇങ്ങനെ ചെലവഴിക്കാൻ തയ്യാറല്ലാത്തവർ, അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയാണുള്ളത്. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിയൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. എന്താ ചെയ്യണത്? ഈ സ്വർണവും വെള്ളിയും സമ്പത്തൊക്കെ ചൂടുവെക്കുകയാണ്.
നരകത്തിൽ വെച്ച് ചുട്ടുപഴുപ്പിക്കുകയാണ്. എന്നിട്ടത് ഇവരുടെ പുറത്തും ഭാഗങ്ങളിലും വശങ്ങളിലും നെറ്റിത്തടങ്ങളിലും ഒക്കെ വെച്ച് പൊള്ളിക്കുക. എന്നിട്ട് പറയാ, ഇത് നിനക്ക് വേണ്ടി നീ ഉണ്ടാക്കിയതല്ലേ, നിനക്ക് വേണ്ടി നീ സൂക്ഷിച്ചു വെച്ചതല്ലേ, ഇത് പള്ളിക്ക് കൊടുത്തില്ല, മദ്രസക്ക് കൊടുത്തില്ല, നല്ല കാര്യത്തിന് ചെലവഴിച്ചില്ല, അനാഥകൾക്ക് വേണ്ടി ചെലവഴിച്ചില്ല, നീ നിനക്ക് വേണ്ടി സമ്പാദിച്ചു, നീ എന്താ ചെയ്യാനുള്ളത്, ഇതാ നിനക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് ചൂടുവെക്കുന്ന സമയം സമ്പത്തെന്ന അനുഗ്രഹത്തെ ദുരുപയോഗപ്പെടുത്തുന്നവർക്ക് വരാനുള്ള ശിക്ഷ. സന്താനങ്ങൾ അനുഗ്രഹമാണ്. പക്ഷേ എന്ത് വേണം? ആ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. അല്ലെങ്കിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സ്ഥിരീകരിക്കുകയാണ്, ഫഇദാ ജാഅത്തിസ് സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. മകനെ നോക്കാൻ മോന് നേരെയില്ല, മകനെ നോക്കാൻ ബാപ്പാക്ക് നേരെയില്ല. എല്ലാവർക്കും അവരവരുടെ തിരക്കുകൾ കൊണ്ട് ഓടുന്ന ഒരു സമയം. സന്താനം എന്ന അനുഗ്രഹത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താതെ വരുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹു തന്ന കണ്ണ്, ഈ കണ്ണെന്ന അനുഗ്രഹം, ചെവി എന്ന അനുഗ്രഹം, ബുദ്ധി എന്ന അനുഗ്രഹം, നാളെ പരലോകത്ത് വരാനിരിക്കുന്ന ഒരു രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലങ്കൻ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. എന്നെ ഓർമ്മിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ, അല്ലാഹുവിനെ ഓർമ്മിക്കേണ്ട സമയത്ത് ഓർമ്മിക്കണം, പരലോകത്തെ ഓർമ്മിക്കേണ്ട സമയത്ത് ഓർമ്മിക്കണം. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയും തിന്മകളിൽ നിന്ന് നമ്മെ തടയണം, നന്മയിലേക്ക് നമ്മെ വഴി നടത്തണം. അങ്ങനെ വഴി നടത്താതെ, നന്മയിലേക്ക് വഴി നടത്താതെ, തിന്മയിൽ നിന്ന് തെറ്റിക്കാതെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലില്ലാതെ വന്നാൽ, സഹോദരന്മാരെ, സഹോദരികളെ, അതാ അല്ലാഹു വിശദീകരിക്കുകയാണ്. നാളെ പരലോകത്ത് അത്തരം ആളുകൾക്ക് വരാനുള്ള അനുഭവം എന്താണെന്നറിയുമോ? ഫഇന്ന ലഹു മഈസതൻ ലങ്ക. വളരെ കുടുസായ ജീവിതമാണ് വരാനിരിക്കുന്നത്. എന്താ കുടുസായ ജീവിതം? വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. നാളെ പരലോകത്ത് അവനെ കണ്ണു കാണാത്തവനായി ഒരുമിച്ച് കൂട്ടുകയാണ്. അന്ധനായാണ് അവൻ പരലോകത്തെത്തുന്നത്. അപ്പോ ഈ സാധു അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുന്തു ബസീറാ. പടച്ച റബ്ബേ, എന്നെ ഇങ്ങനെ അന്ധനായി ഒരുമിച്ച് കൂട്ടി, ഞാൻ എങ്ങനെ അന്ധനായി പോയി? ദുനിയാവിൽ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ, ഞാൻ ഈ ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും കണ്ടിരുന്നുവല്ലോ. എന്തേ റബ്ബേ എന്നെ ഇവിടെ നീ കണ്ണ് കാണാത്തവനായി ഒരുമിച്ച് കൂട്ടിയെന്ന് ചോദിക്കുമ്പോ അതാ അല്ലാഹുവിന്റെ മറുപടി, ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. ശരിയാണ്, ശരിയാണ്. പക്ഷേ എന്റെ കാര്യമെന്നറിയുമോ? നിനക്ക് കണ്ണുണ്ടായിരുന്നു, പക്ഷേ കാണേണ്ടത് നീ കണ്ടില്ല. അങ്ങനെ കണ്ട് അല്ലാഹുവിനെ ഓർമ്മിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. ഈ സൂര്യനെ നീ കണ്ടു, ചന്ദ്രനെ നീ കണ്ടു, നക്ഷത്രങ്ങളെ നീ കണ്ടു, ചെടികളും മരങ്ങളും പൂവുകളും നീ കണ്ടു. ഈ ദുനിയാവിലെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നീ കണ്ടു. മറ്റു പലർക്കും കാണാൻ കഴിയാത്ത പലതും നീ കണ്ടു. പക്ഷേ ആ കണ്ട കാഴ്ചകളൊക്കെ അല്ലാഹുവിനു വേണ്ടിയാക്കാൻ, ആ കണ്ട കാഴ്ചകളിലൂടെ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകാൻ നീ കണ്ടല്ലോ. ഈ ദുനിയാവിൽ ആരോഗ്യമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെടുന്നത് നീ കണ്ടു, അപകടങ്ങളുടെ രംഗങ്ങൾ നീ കണ്ടു. പക്ഷേ ആ കണ്ട നീ, ആ കണ്ടപ്പോൾ കരഞ്ഞ നീ, നാളെ ഞാനും മരിക്കേണ്ടവരാണല്ലോ, അതിനനുസരിച്ച് എന്റെ ജീവിതത്തെ ഞാൻ ഒരുക്കേണ്ടതുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ നിനക്ക് കഴിഞ്ഞോ? പലരും ആശുപത്രി കിടക്കകളിൽ മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നത് നീ കണ്ടു. ഒരു തുള്ളി വെള്ളം പോലും സ്വന്തം കൈകൊണ്ട് എടുത്ത് കുടിക്കാൻ കഴിയാതെ എന്താണ് കുടിക്കുന്നത് എന്ന കുടിക്കുന്ന വസ്തുവിന്റെ രുചി പോലും അറിയാതെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിട്ട തുളയിലൂടെ, ഒന്നുകിൽ കഴുത്തിലിട്ട ദ്വാരത്തിലൂടെ, അതല്ലെങ്കിൽ വയറിലിട്ട ദ്വാരത്തിലൂടെ
ശരീരത്തിലേക്ക് ജലാംശം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗികളെ ആശുപത്രി കിടക്കകളിൽ നീ കണ്ടു. പക്ഷേ നാളെ എനിക്കും ഇത് വരാനുണ്ടല്ലോ. അതിനു മുമ്പ് എന്റെ ജീവിതത്തെ പടച്ചതമ്പുരാൻ തഖ്വ ചെയ്തുകൊണ്ട് ഞാൻ ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാൻ നിനക്ക് കഴിഞ്ഞോ? ഒരുപാട് പണക്കാർ പാവപ്പെട്ടവരായി മാറുന്നത് നീ കണ്ടു. ഒരുപാട് ആരോഗ്യമുള്ളവർ ആരോഗ്യം ക്ഷയിച്ചവരായി മാറുന്നത് കണ്ടു. ഒരുപാട് നേതാക്കൾ സമൂഹത്തിലെ പുഴുക്കളായി മാറുന്നത് കണ്ടു. അതൊക്കെ കണ്ടിട്ട് ഇത് എനിക്കും ഒരു പാഠമാണല്ലോ എന്ന് മനസ്സിലാക്കി നിന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ നിനക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ കണ്ണുകൊണ്ടെന്ത് കാര്യം? അവിടെയായിരുന്നു കണ്ണ് നിനക്ക് ആവശ്യം, അവിടെയായിരുന്നു നിനക്ക് കാഴ്ച ആവശ്യം. പക്ഷേ ആ കാഴ്ച കൊണ്ട് നീ എന്നെ ഓർമ്മിച്ചില്ല, നീ എന്നെ മറന്നു. അതുപോലെ ഇന്ന് ഞാനിതാ നീയും മറക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് പറയും എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ഈ രണ്ട് ചിന്തകളാണ്. ഒന്ന് സ്വർഗത്തിലെത്തും, രണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞു പ്രാർത്ഥിക്കാനായി പഠിപ്പിക്കുകയാണ്. അധികമായ നശയിന് നിങ്ങളെ അറിയാലോ. ഈ ചിന്തിച്ചെങ്കിലേ ഈ ചുകപ്പോ വളരെ ആലോചിച്ചു ജീവിക്കാൻ ഈ ദുനിയാവ് നിൽക്കാനിടയിലുള്ള ഏറ്റവും സമയമുണ്ടല്ലോ ചൂടിനാൽ ിൽ വരാണ് എന്നല്ലേ പഠിപ്പിച്ചത്, ചൂടിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ നഗരെ കുറിച്ച് കണ്ണീരോട് അതേക്കുറിച്ച് ധൈര്യക്കണ്ണീരൊഴിച്ച് ആ സ്വർഗത്തിച്ചത് അതെത്തിക്കണമേ പ്രാർത്ഥന കൊണ്ട് കഴിഞ്ഞിട്ടോ എല്ലാവരും പറയൂ റബ്ബന ആയിരം നരസിമാകുവൻ അവൻ